ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സദാശിവസമാരംഭ ശങ്കരാചാര്യ മധ്യമ അസ്മദാചാര്യ പര്യങ്ക വന്ദേ ഗുരുപരമ്പര. ഈശ്വരോ ഗുരുരാത്മേതി മൂർത്തിഭേദ വിഭാഗിനേ വ്യോമവത് വ്യാപ്തദേഹായ ദക്ഷിണാമൂർത്തയേ നമഃ. കാലാശ്രയമെന്നായണയുന്നോർക്കനുകൂലൻ ബാലാക്ഷണധർമ്മിഷ്ഠരിലേറ്റം പ്രതികൂലൻ പാലിക്കണമെന്നെ പരിചോടിന്നു കുളത്തൂർ കൊലത്തുകര കോവിലിൽ വാഴും പരമേശൻ. മാലുണ്ടതുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങു നിരർദ്ധധ്വനിയാണെന്റെ പുലമ്പൽ. ആലംബനമാണെങ്കിലും അംബാസമമിന്നൻ കൊലത്തുകര കോവിലിൽ വാഴും പരമേശൻ. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ ശതകോടി പ്രണാമം. അതോടൊപ്പം എൻ്റെ അഭിവന്ദ്യരായ മാതാപിതാക്കളും അതോടൊപ്പം എന്നെ പഠിപ്പിച്ച ഗുരുവന്ദ്യന്മാർക്കും ഈ അവസരത്തിൽ എന്നെ ഈ ലൈബ്രറിയിലെ ശശിധരൻ സാറ് അദ്ദേഹത്തിനെയും ഇതോടൊപ്പം ഒരു മിനിറ്റ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം. നമുക്കിവിടെ ചെമ്പഴന്തി കേരള സർക്കാരിൻ്റെ സാംസ്കാരിക സമിതിയും അതോടൊപ്പം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ തൃക്കരങ്ങളാൽ ശിലാസ്ഥാപനം ചെയ്യപ്പെട്ട ലൈബ്രറിയാണ്. അവിടെ വെച്ച് എല്ലാ വർഷവും ഇങ്ങനെ ഒരു നല്ല ജ്ഞാനസംഗമം, ജ്ഞാനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അറിവാണ്, ഈശ്വരൻ അറിവാണ് എന്നുള്ള ആ ആപ്തവാക്യം ഉൾക്കൊള്ളുകൊണ്ട് ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകരായ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറും ശിശുപാല സാറ്, അതോടൊപ്പം ഈ ലൈബ്രറിയിലെ പ്രസിഡന്റ് നമ്മുടെ വിജയമ്മ ടീച്ചർ, സെക്രട്ടറി രാജീവ് സാർ, അങ്ങനെ എല്ലാ പേർക്കും ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ വ്യക്തിത്വവും എല്ലാം സജ്ജനങ്ങളാണ്, അറിവാണ്, ആത്മ സഹോദരങ്ങളാണ്. അങ്ങനെയുള്ള എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി എൻ്റെ വിനീത നമസ്കാരം. ഗുരു ആരാണ്? എന്താണ് നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ രാജ്യത്തിൻ്റെ പ്രാമാണിക ഗ്രന്ഥം? പ്രാമാണിക ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ അത് വേദങ്ങളാണ് നമ്മുടെ പ്രാമാണിക ഗ്രന്ഥം. അപ്പൊ ആ വേദങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട്, വേദത്തിന്റെ എല്ലാ സാരാംശങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് ഗുരുവിൻ്റെ ആ ഏകമത ദർശനം, ഏകത്വ ദർശനം. എനിക്കിന്ന് ഞാനിവിടെ തിരഞ്ഞെടുത്ത് സാർ എന്നോട് ചോദിച്ചു എന്താ വിഷയം വേണമെങ്കിൽ കൃതികളല്ലാതെ എന്തെങ്കിലും തിരഞ്ഞെടുക്കാൻ. ഞാൻ ആ സമയം തന്നെ ഗുരു എനിക്ക് തന്ന ആ ഇതാണ്, എനിക്ക് ആ സമയം തന്നെ ഞാൻ പറഞ്ഞു സാറിനോട് പ്രകൃതി ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ഏകത്വ ദർശനത്തിനൊപ്പമാണ് എന്നുള്ള
അടിവരയിട്ട. അതിന് പ്രത്യേകതയുണ്ട്. ഗുരു നിയോഗം എന്ന് പറയാൻ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പ്രകൃതി സംരക്ഷണ ദിനവും കൂടിയാണ്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അപ്പൊ അത് ഗുരുവാണ് എല്ലാം നിയോഗിക്കുന്നത്. ഗുരുവിന്റെ ആ കാഴ്ചപ്പാട്, ഗുരു എന്നും ഉണ്ട്, അറിവായ നാം എന്നും ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള ആ ഗുരുവിന്റെ കാഴ്ചപ്പാട്. അപ്പൊ വേദങ്ങളെല്ലാം അരച്ച് കലക്കി എടുത്ത സാരാംശങ്ങളാണ് ഗുരു ലോകത്ത് പ്രദാനം ചെയ്ത ആ ശ്രീനാരായണ ദർശനവും അതോടൊപ്പം ശ്രീനാരായണ ധർമ്മവും. ഈ രണ്ട് കൃതികളാണ് ലോകത്തിന് മാനവരാശിക്ക് വേണ്ടി, അത് ഒരു ജാതിക്കോ മതത്തിനോ അല്ല, അതീതമായി വിശ്വ ലോക ദർശനമാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. ആ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ മനുഷ്യനും, ഒരു പുരുഷൻ അത് പരമ്പൊരുളാണ്. പ്രകൃതി എന്ന് പറയുമ്പോൾ സ്ത്രീ അത് ദേവിയാണ്, പരാശക്തി. നമ്മളിവിടെ കൂടിയിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും അത് പരമ്പൊരുളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീ എന്ന് പറയുമ്പോൾ അതിന് 3 അക്ഷരങ്ങളുണ്ട്. സ, ത, ര. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ആ 3 ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും കോർത്തിണക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ കോർത്തിണക്കപ്പെട്ടിരിക്കുന്ന ആ സന്ദേശമാണ് ഗുരു എല്ലാ പേർക്കും, ഈ മാനവരാശിക്ക് തന്നെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓരോ കൃതി എടുത്ത് നോക്കിയാലും ആ ഗുരുവിന്റെ ആ സന്ദേശം പ്രകൃതിയുമായിട്ട് കോർത്തിണങ്ങി. അത് ഉദാഹരണം നമുക്കറിയാം. ഈ ശിവശതകം എന്നുള്ള മഹത്തായ ഒരു കൃതി ആദ്യം തുടങ്ങുന്നതിന് എന്താ, ഭാരതഭൂമിയെ വർണ്ണിച്ചുകൊണ്ടാണ് കേട്ടോ. അഴകൊടു ഭാരത യുദ്ധമത്തിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോ ഇണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. അവിടെ എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? അഴകാർന്ന ഭാരതഭൂമിയിൽ. ഭാരതം എന്ന് പറയുന്നത് അതിന്റെ പ്രത്യേകത ഉണ്ട്. ഭ എന്ന് പറഞ്ഞാൽ അറിവ്, പ്രകാശം, പ്രകാശത്തിന്റെ നാടാണ് ഭാരതം. അപ്പൊ ആ ഭാരതത്തിനെ ഗുരു ആദ്യം ശിവശതകത്തിൽ തന്നെ വർണ്ണിക്കുന്ന അഴകാർന്ന ഭാരതഭൂമിയാണ്. അഴകൊടു ഭാരത യുദ്ധം അദ്രിയിന്മേൽ മുഴുചെവിയൻ മുറികൊമ്പു കൊണ്ടു മുന്നം എഴുതി നിറച്ചെളിയോർക്കിണങ്ങി നിൽക്കും മുഴുമുതലാകിയ മൂർത്തി കാത്തുകൊള്ളുക. അപ്പൊ ആ മൂർത്തി, മുഴുമുതൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഗുരു അർത്ഥമാക്കുന്ന അതിന്റെ താത്വിക വശമുണ്ട്. മുഴുമുതൽ എന്ന് അവിടെ അറിവിന്റെ കേദാരമാണ്, അറിവാണ് അവിടെ ഗുരു, അല്ലാതെ നമ്മുടെ ധനമല്ല. ധനത്തിനെ മോഹിച്ചല്ല. നമ്മൾ ധനം എപ്പോ വേണമെങ്കിലും ഉണ്ടാകും, ധനം എപ്പോഴും വേണമെങ്കിലും പോകും, അതല്ല ഗുരു അർത്ഥം. മുഴുമുതൽ, ആ ജ്ഞാനത്തിന്റെ ആ പ്രതീകമായിട്ടാണ് ഗുരു അവിടെ ശിവശതകത്തിൽ ആദ്യത്തെ ശ്ലോകം തന്നെ വർണ്ണിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഗുരു എന്തിനാണ് അരുവിപ്പുറം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. എന്തുകൊണ്ട് നാം ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അരുവിപ്പുറത്ത് 1888 ആ മഹാ ശിവരാത്രി നാളിൽ കുംഭമാസത്തിലെ കൃഷ്ണാഷ്ടമി ദിവസമാണ് ഗുരു അവിടെ തുടക്കം കുറിച്ചത്. നമ്മുടെ മനുഷ്യന്റെ ആ മാനവികത, ഏകത്വ ദർശനം, അതാണ് അവിടെ ഗുരു. എങ്ങനെയാണ് അതിന്റെ ഏകത്വ ദർശനം വരുന്നത്? അത് ഗുരു ഓം നമഃശിവായ എന്നുള്ള ആദിമ മന്ത്രം, അത് യജുർവേദത്തിന്റെ 16-ാം ഇർക്കിൽ നിന്നാണ് ഓം നമഃശിവായ മന്ത്രം. നമുക്ക് 4 വേദങ്ങളുണ്ട്: ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അതിൽ യജുർവേദത്തിന്റെ 16-ാമത്തെ ഇർക്ക്. വേദങ്ങളൊക്കെ വായിക്കണമെങ്കിൽ നമുക്ക് അതിനുള്ള അധികാരമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ആ കാലഘട്ടത്തിലാണ് ഗുരുദേവൻ നമുക്ക് വേണ്ടി അരിപ്പുറത്തെ മണ്ണിൽ ശിവപ്രതിഷ്ഠ നടത്താനും, ആ ശിവപ്രതിഷ്ഠ 136 വർഷം കഴിഞ്ഞിട്ടും അതിന് യാതൊരു ഇളക്കവും ഒരു അഷ്ടബന്ധ കലശവും ഇല്ലാതെ ഗുരുവിന് സാധിച്ചു. അതാണ് അതിന്റെ വേറൊരു സംഭവം. അതെന്ന് വെച്ചാൽ മനുഷ്യൻ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ കുണ്ടലിനി ശക്തി നമുക്കത് അറിയണം. നമ്മളത് അറിയാതെ പോയാൽ അത് വളരെ ഇതാണ്. നമ്മുടെ ശരീരം നമുക്ക് ഈശ്വരൻ തന്ന ആ മനോഹരമായ ശരീരം,
മനുഷ്യന് മാത്രം ഉള്ളൂ ചിന്തിക്കാനുള്ള ശക്തി. ബാക്കി മറ്റു മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ചിന്താശക്തിയാണ്. അപ്പൊ ആ ചിന്താശക്തിയിൽ കൂടി നമുക്ക് ഈ കുണ്ടലിനി ശക്തിയെ ഉണർത്താം എന്നുള്ള ആ ആധികാരികമായിട്ടുള്ള ആ തത്വം മുൻനിർത്തിക്കൊണ്ടാണ് ഗുരു അവിടെ ആ അരുവിപ്പുറം ആ എന്നുള്ള അക്ഷരം ഓങ്കാരത്തിൽ നിക്ഷിപ്തമാണ്. അവിടെ ഓങ്കാരം എന്നുള്ള ആ മന്ത്രം, ഓങ്കാര മന്ത്രം ആദിമ മന്ത്രമാണ്. ഓം നമ ശിവായ. അതാണ് പറയുന്നത് യജുർവേദത്തിലെ 16-ാം തെക്കാണ്. അതില് അകാരം, ഉകാരം, മകാരം ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ആ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ, അങ്ങനെയുള്ള ആ ഓങ്കാരത്തിൽ നിക്ഷിപ്തമായ ആ മനുഷ്യന്റെ ആ എന്താ പറഞ്ഞാൽ അതിനകത്ത് ഗോഡെന്ന് പറയാം. ബ്രഹ്മാവ് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗോഡ് ജനറേറ്റീവ്, ഓപ്പറേറ്റീവ് ആൻഡ് ഡിസ്ട്രക്റ്റീവ്. ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടികർത്താവും നമ്മളെ പരിപോഷിപ്പിക്കുന്ന വിഷ്ണു, പിന്നെ നമ്മളെ നശിപ്പിക്കുന്ന സർവശക്തനായ പരമേശ്വരൻ. അപ്പൊ അങ്ങനെയുള്ള ആ എല്ലാം ഈ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കല്പമല്ല, അത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണം. നമ്മുടെ മൂലാധാരത്തിൽ നിന്ന് തുടങ്ങി കുണ്ടലിനി ശക്തി എന്ന 6 ആധാരങ്ങളുണ്ട്. 6 ആധാരങ്ങളിൽ കൂടി പോകുമ്പോഴാണ് നമുക്ക് ശിവനെ കാണാൻ സാധിക്കുന്നത്. അത് മൂലാധാരം ഏറ്റവും അടിയിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ ശക്തി വിശേഷത്തെ ഉണർത്തി കുണ്ടലിനി ഉണരുമ്പോഴാണ് നമ്മൾ ഏറ്റവും പഴയ പ്രാർത്ഥനയുണ്ട്. അത് 6 പടികൾ കടന്നുമ്പോൾ അവിടെ ശിവനെ കാണാകും. ശിവശംഭോ, ശംഭോ എന്നുള്ള ആ മഹത്തായ പഴമക്കാരുടെ പ്രാർത്ഥന ഇത് നമുക്ക് അറിയേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ള മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞാചക്രം, സഹസ്രാരപത്മം. അപ്പൊ അവിടെ സഹസ്രാരപത്മത്തിൽ എത്തുമ്പോഴാണ് അവിടെ ശിവനും ശക്തിയും കൂടി ഒന്നായി ചേരുന്ന അവസ്ഥ. അപ്പൊ ആ ഒന്നായി ചേരുന്ന അവസ്ഥയാണ് നാം നേടിയെടുക്കേണ്ടത് എന്നുള്ള പ്രമാണമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. അതാണ് ഓങ്കാരം അവിടെ ശിവപ്രതിഷ്ഠ എന്ന് നടത്താൻ കാരണം. പിന്നെ അത് കഴിഞ്ഞാണ് നമുക്ക് കോലത്തേരയിലൊക്കെ 2ാമത്തെ ശിവപ്രതിഷ്ഠയും. ഇവിടുത്തെ ശിവപ്രതിഷ്ഠ എന്ന് പറയുന്നത് നമുക്ക് വാക്കുകളില്ല പറയാൻ. അതാണ് അതിനകത്തൊരു മന്ത്രമുണ്ട്. ധാതാവിനും ആ മാധവനും കൂടി അമേയം വീതാവധി നിൻ വൈഭവം ആരാണുര ചെയ്യുവാൻ ഏതാനും ഇവനുള്ള അഭിലാഷങ്ങൾ പറഞ്ഞേൻ കോലത്തുകര കോവിലിൽ വാഴും പരമേശ്വരൻ. കണ്ടോ, അവിടെ ധാതാവിനും ബ്രഹ്മാവിനും വിഷ്ണുവിനും പോലും ഇവിടെ ഈ ചൈതന്യവത്തായ പരമ്പരകളാണ്. ആ പരമ്പരനെ കുറിച്ച് ഒരിക്കലും നമുക്ക് എങ്ങനെ അത് പറഞ്ഞു തരാൻ താത്വികമായിട്ടുള്ള ഒരു വശമാണ് അവിടെ ഗുരു എഴുതിയിരിക്കുന്നത്. അല്ലാതെ സാധാരണ പരമേശ്വരൻ ഈ കപാലവും സർപ്പവും ഒന്നും അല്ല അവിടെ എഴുതിയിരിക്കുന്നത്. അത് പരമ്പര ലോകത്തെ തന്നെ സൃഷ്ടിച്ച് സംഹരിക്കാനുള്ള ഒരു ശക്തി വിശേഷം. അതാണ് ദർശനമാലയിൽ ഗുരു പറഞ്ഞിരിക്കുന്ന ആസീതേ അസദേവതം ഭുവനം സ്വപ്നവത്പുര സസർജ സർവം സങ്കല്പ മാത്രേണ പരമേശ്വര. അവിടെ നിമിഷ നേരം കൊണ്ടാണ് ആ പരമ്പര സൃഷ്ടിക്കുന്നതും ഇല്ലാതാക്കുന്നതും. അതാണ് നമ്മുടെ ശിവശക്തിക്ക് രൂപണ്യെ. ഇതാണ് ഈ കോലത്തിരയിലെ പ്രതിഷ്ഠ. നമ്മളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അത് ചിന്തനം ചെയ്യുമ്പോൾ നമുക്കറിയാം ഗുരു എന്തിനാണ് വടക്ക് പടിഞ്ഞാറേ ദിശയിലോട്ട് ആ ദേവിയെ പ്രതിഷ്ഠിച്ചത്. അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് ശാസ്ത്രീയമായിട്ടുള്ള തലത്തിലോട്ട് നാം കൊണ്ടുവരാനുള്ളതാണ്. അപ്പൊ ആർക്കും അത് പറയാൻ ഗുരുവിന് മാത്രമേ അറിയാവൂ. അതുകൊണ്ടാണ് ഈ ലോകം ആ ഉറ്റുനോക്കി നിൽക്കുന്ന ഈ കോലത്തുകര മണ്ണ് അവിടെ ശാസ്ത്ര സാങ്കേതിക വിദ്യക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഗുരു അവിടെ വടക്ക് പടിഞ്ഞാറേ മൂലയിൽ അവിടെ ഭഗവതിയെ ആ ആദിപരാശക്തിയായ ഭഗവതിയെ മാറ്റി അവിടെ സ്ഥാപിച്ചില്ല. അത് വെക്കാൻ കാരണം അപ്പൊ അതവിടെ ശിവനും ശക്തിയും ഒന്നായിരിക്കണം. അതാണ് ആ ശിവലിംഗ പ്രതിഷ്ഠ. മറ്റേ പരമ്പരകളാണ് ശിവലിംഗം, മറ്റത് യോനി മുദ്രയാണ് ആ അടിത്തറ. അത് നമ്മൾ അറിയേണ്ടത്. എപ്പോഴും ജനനവും മരണവും എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ്. അതാണ് നമുക്ക് ശിവലിംഗ പ്രതിഷ്ഠ. അത് നമുക്കാരും അറിയാത്ത ഒരു താത്വികമായിട്ടുള്ള വിഷയമാണ്. അപ്പൊ ഗുരുവിന് മാത്രം അറിയാം. ഗുരുവിന്റെ കാര്യങ്ങൾ എത്ര നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും അതൊന്നും നമുക്ക് പറയാൻ വാക്കുകളില്ല.
അതാണ് ആ ഗുരുവിൻ്റെ അതാണ് ഗുരുവിനെ കുറിച്ച് ഗുരു സാക്ഷാൽ പരബ്രഹ്മമാണെന്ന് തെളിയിച്ച രണ്ട് കൃതികളാണ്. ഒന്ന് ഗുരു ഷഡ്കവും ഗുരുസ്തവവും. ഗുരു ഷഡ്കം എന്ന് പറയുമ്പോൾ അത് നമുക്കറിയാം, ഓം ബ്രഹ്മണേ മൂർത്തിമതേ. അതാരാണ് രചിച്ചത്? ആദ്യത്തെ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമികൾ. അദ്ദേഹത്തിന്റെ ആദ്യത്തെ പേര് കൊച്ചപ്പിപ്പിള്ള അഥവാ അയ്യപ്പൻ പിള്ള എന്നായിരുന്നു. അദ്ദേഹത്തിന് ഓം നമ ശിവായ എന്ന മന്ത്രം രചിക്കാൻ തന്നെ കാരണം, ഗുരു അവിടെ അരിപ്പുറത്തെ പ്രതിഷ്ഠ നടത്തിയപ്പോൾ ശിവനായി കണ്ടുകൊണ്ട് നമുക്ക് ആ ചൈതന്യ സ്വരൂപം ആകാശത്ത് നിന്നും എന്താ ഒരു പ്രകാശരശ്മികൾ ഗുരുവിന്റെ ആനന്ദ കണ്ണുനീരുമായിട്ട് കൂട്ടിച്ചേർന്ന് അങ്ങനെയുള്ള ആ ശിവപ്രതിഷ്ഠ 136 വർഷം കഴിഞ്ഞിട്ടും ഒരു ശില വേറൊരു ശിലയോടുകൂടി ഇഴുകിച്ചേർന്നു. അതാണ് നാം അറിയേണ്ടത്. അപ്പൊ അതിന് എത്ര ഇളക്കം, ഒരു കോട്ടവും ഇല്ല. നമുക്കറിയാം, കഴിഞ്ഞ ശിവരാത്രി നാളിൽ ഞങ്ങൾക്കത് പങ്കെടുക്കാൻ ഗുരുവിന്റെ ആ നിയോഗം 2 പ്രാവശ്യം പങ്കെടുക്കുക, 1000 കുടം അഭിഷേകം. നമുക്കത് അറിയാൻ സാധിക്കും. ആ 2 വാതിലുകൾ തുറന്നിടുക. അപ്പൊ അതോടൊപ്പം ആ ശിവലിംഗം ഉരുകിച്ചേർന്നൊരു പോറൽ പോലും ഇല്ലാതെ ആ സമയത്ത് 1000 കുടം അഭിഷേകം ശിവഗിരി മഠത്തിലെ സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാവരും കൂടി നടത്തിയതാണ്. 1000 കുടം അഭിഷേകം 10:30 മണി 11 മണിയോടുകൂടി ആരംഭിക്കുന്ന ഓം നമ ശിവായ മന്ത്രം 4:30 മണിയാകുമ്പോഴാണ് അത് തീരുന്നത്. ഞങ്ങൾക്കത് പങ്കെടുക്കാനുള്ള ഗുരു നിയോഗിച്ചാണ് ആ മഹത്തായ ഒരു കർമ്മം. അപ്പൊ നമുക്ക് വേറെ ഒരു വാക്കുകളും ആ സമയത്ത് ഉരിയാടാൻ സാധ്യമല്ല. അപ്പൊ ഓം നമ ശിവായ മന്ത്രം ഉണ്ടാകുന്നത് ഗുരു തെരഞ്ഞെടുത്തുള്ളത് യജുർവേദത്തിൽ നിന്നാണ്. അതാണ് ആദ്യം പറഞ്ഞത്, 16ാമത്തെ ഇർക്ക്. അപ്പൊ ഗുരുവിന് വേറൊരു സവിശേഷതയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഗുരു എല്ലാ വേദങ്ങളും കൂടി കടഞ്ഞെടുത്തതാണ് നമുക്ക് രചിക്കുന്ന വേദാന്ത സൂത്രം. ഉണ്ടോ? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവേദം. ആദ്യകാലങ്ങളിൽ 1,00,000 മന്ത്രങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഗുരു എല്ലാം കൂടി കടഞ്ഞെടുത്തതിന് 24 സൂക്തങ്ങളായിട്ടാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക്. അത് 555 ഇർക്കുകളിൽ നിന്ന് 24 വേദാന്ത സൂത്രമായിട്ട് ഗുരു നമുക്ക് കാണും. അതുകൊണ്ട് ഗുരു ആരാ? നമുക്കൊന്നും നിർവചിക്കാൻ പറ്റാത്ത ആ പരബ്രഹ്മ സ്വരൂപമായ മഹാഗുരു. നമുക്ക് എന്തൊക്കെ വാക്കുകളുണ്ടെന്നും വാക്കിനതീതമാണ്. കവിയാണ്, ശാസ്ത്ര അതീതനാണ്. ശാസ്ത്രാതീതനാന്ന് പറയാൻ കാരണം, ഗുരു ഇവിടെ വേളിമലയിൽ തപസ് ചെയ്തിരുന്ന അവസരം. അന്ന് കുട്ടിക്കാലം കഴിഞ്ഞു. ആ സമയത്ത് ഗുരുവിന് വേളിമലയിൽ തപസ്സനുഷ്ഠിക്കുകയും ഗുരുവിനറിയാം ഇവിടെ നിന്നാണ് പ്രകാശം ഒരു കാലത്ത് പരക്കുന്നെന്നുള്ള ആ ഗുരുവിന്റെ വചനം ഇപ്പൊ നമുക്കറിയാം ലോകം മൊത്തം അംഗീകരിച്ചു കഴിഞ്ഞു. അഷ്ടലക്ഷ്യങ്ങളിൽ ഒന്നായ അവസാനത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യ. അപ്പൊ അത് ലോകം മുഴുവനും ഇപ്പം ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് നമുക്ക് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പൊ ഗുരുവിന്റെ വീക്ഷണം നമുക്ക് അറിയേണ്ടതാണ്. ഇനി എപ്പോഴും ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ കൂടിയാണ് ഇത് നമുക്ക് ലോകം മൊത്തം അറിയപ്പെടുന്ന ഒരു കാലഘട്ടം. അതോടൊപ്പം ഇനി വരുന്ന കാലഘട്ടത്തെ അറിയുന്നത് ശ്രീനാരായണ ദർശന നൂറ്റാണ്ടെന്ന് കൂടിയാണ്. അതാണ് അതിന്റെ വേറൊരു സവിശേഷത, ശ്രീനാരായണ ദർശന നൂറ്റാണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്നത്, ഇന്നത്തെ പ്രത്യേകത പ്രകൃതി സംരക്ഷണ ദിനമാണ്. അതോടൊപ്പം പ്രകൃതിയെ നാം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പൊ ഗുരു നമുക്ക് തരുന്ന അഷ്ടലക്ഷ്യങ്ങളിൽ ഒന്നായി ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന വിദ്യാഭ്യാസത്തോടൊപ്പം ആ ശുചിത്വത്തിനും പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ആ പ്രകൃതിയെ സംരക്ഷിക്കേണ്ട കടമ നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമാണ്. നമ്മുടെ പ്രകൃതി നമ്മൾ വെറുതെ പോയ ഇത് കൊറോണ എന്നുള്ള ഒരു മാരകമായിട്ടുള്ള രോഗം ഒരു ചെറിയ അണുവിൽ നിന്നാണ്. ആ അണുവിൽ നിന്ന് നമുക്ക് ലോകത്തെ മൊത്തം ഒന്നായി മാറ്റിമറിച്ച ആ ഏകത്വ ലോക ദർശനം, വിദേശീയര് പോലും മന്ത്രിയാകട്ടെ, ചക്രവർത്തിയാകട്ടെ, രാജാവാകട്ടെ, അവരെല്ലാവരും ആദ്യ കാലഘട്ടങ്ങളിൽ എന്താ ചെയ്തിരുന്നത്? ഷെയ്ക്ക് ഹാൻഡാണ് കൊടുത്തിരുന്നത്. നമ്മൾ ഓർക്കേണ്ടതാണ്. ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ കൊറോണ വന്നപ്പോൾ നമ്മൾ എന്താ ആചരിച്ചത്? നമസ്തേ. നമ്മൾ പത്രദ്വാര കണ്ടതാണ് നമസ്തേ. അപ്പൊ എന്താണ് നമസ്തേ എന്നുള്ള ആ 2 കൈകളിലെയും 10 വിരലിന്റെ അർത്ഥം?
പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളാലും നിർമ്മിച്ച നമ്മുടെ ശരീരം ആ പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുക, അതാണ് നാം അറിയേണ്ട ഒരു ഇത്. നമുക്ക് 5 വിരലുണ്ട്, 2 കൈകളിൽ 10 വിരലുകളാണ്. അത് പഞ്ചേന്ദ്രിയങ്ങളെയും പഞ്ചഭൂതങ്ങളെയും അതിനെ ക്രമീകരിച്ചാണ് നമ്മുടെ സൃഷ്ടി ഈശ്വരൻ നടത്തിയിരിക്കുന്നത്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ പഞ്ചപ്രാണനുണ്ട്, പിന്നെ പഞ്ചകോശങ്ങളുണ്ട്. അത് കൂടാതെ പഞ്ചകോശങ്ങൾ എന്നാണ് അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം. പഞ്ചപ്രാണൻ എന്ന പഞ്ചപ്രാണൻ പ്രാണൻ, അപാനൻ, ഉദാനൻ, വ്യാനൻ, സമാനൻ. ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ഈശ്വരന്റെ സൃഷ്ടി വൈഭവം. അതുകൂടാതെ മനസ്സ്, ചിത്തം, അഹങ്കാരം, അതോടുകൂടി ബുദ്ധിയുണ്ട്. ബുദ്ധി നമുക്ക് പ്രവർത്തിക്കാം. അപ്പൊ 24 തത്വങ്ങളോട് കൂടിയതാണ് നമുക്ക് ഈ നമ്മുടെ ശരീരം. അത് മാത്രമല്ല, ശിവതത്വം നോക്കുമ്പോൾ 64 തത്വങ്ങളാണ്. അത് നമ്മളിപ്പോൾ പഠിക്കേണ്ട. സാധാരണ 24 തത്വങ്ങൾ അടങ്ങിയ ആ പ്രകൃതിയുമായിട്ട് ചേർന്നാണ് നമ്മുടെ ശരീരം, മനുഷ്യ ശരീരം. നാം അത് അറിയുന്നില്ല. അപ്പൊ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ശരീരത്തില് ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത് വെച്ചാൽ എല്ലാവരും എന്താ പറയുന്നത്? അതിനുത്തര ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത്? ഹൃദയത്തിനകത്ത് കറക്റ്റ് ആൻസറാ പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ചൊരു കഥ പറയാം. ഇപ്പൊ എനിക്കിപ്പോ വന്ന ഓർമ്മ ഒരു കഥ. ഇപ്പൊ 2009 ബറോഡയിൽ വെച്ച് നമ്മുടെ മുൻ പ്രധാനമന്ത്രി പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ കലാം സാർ, അദ്ദേഹത്തിന്റെ ഒരു വലിയ ഒരു ഹോട്ടലിൽ വെച്ച് അവിടെ ഒരു സമ്മേളനം നടത്തുകയാണ്. അവിടെ ഒരു വിദഗ്ധനായ ശൈലേഷ് ശർമ്മ എന്നുള്ള ഒരു കാർഡിയോളജിസ്റ്റ്. അപ്പൊ അദ്ദേഹം ദിവസവും ഒരു 10 ഓപ്പറേഷൻ വരെ ചെയ്യും കാർഡിയ. അപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അതിനു മുൻപേ 2008 ഒരു കുട്ടി, ഒരു 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, ആ കുട്ടിക്ക് ഹാർട്ട് സംബന്ധമായിട്ടുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. അത് ഉടനെ തന്നെ ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തിയപ്പോൾ ഉടനെ തന്നെ അടിയന്തരമായിട്ട് ഓപ്പറേഷൻ വേണം. അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു. 3 മാസമേ ആ കുട്ടിക്ക് ആയുസ്സുള്ളെന്ന് ഡോക്ടർ വിധി എഴുതി. നടന്ന സംഭവമാണ്. അപ്പൊ വിധി എഴുതി കഴിഞ്ഞപ്പോൾ ഡോക്ടർക്കും വലിയ പ്രാർത്ഥനയോടുകൂടി, നിരന്തരമായ പ്രാർത്ഥനയും, അതോടെ ആ കുട്ടിയുടെ ഓപ്പറേഷൻ സമയമായി. ഈ കുട്ടി 2-3 ദിവസം ഇത് അറിഞ്ഞ സമയം മുതൽ കുട്ടിയുടെ മാതാവാണ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നത്. അപ്പൊ മാതാവ് കുഞ്ഞിനോട് പറഞ്ഞു, നമുക്ക് പ്രാർത്ഥന തുടങ്ങാം, നമ്മുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. മാതാവ് പറഞ്ഞ വാക്കാണ് ആ കുഞ്ഞിനോട്. അപ്പൊ ഈ ഡോക്ടറുടെ സമയമായി, ഊഴമായി, ഓപ്പറേഷൻ സമയമായി. ഡോക്ടർ ഓപ്പറേഷൻ തുടങ്ങി, എല്ലാ പ്രാർത്ഥനകളും തുടങ്ങി. ഡോക്ടറും അപ്പൊ ഈ കുട്ടി ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പ് ഈ കുട്ടി ഡോക്ടറോട് ചോദിക്കുക, ഡോക്ടർ അങ്കിളെ, എനിക്കൊന്ന് എങ്ങനെയാണ് ഈശ്വരൻ ഹൃദയത്തിൽ വസിക്കുന്നതെന്ന് കാണിച്ചു തരാവോ ചോദിച്ചു. അതൊന്ന് എനിക്ക് കാണാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. കുട്ടി ഡോക്ടറോട് പറഞ്ഞു. അപ്പൊ ഡോക്ടർ ഇത് അത്രയും കാര്യമാക്കിയില്ല. അങ്ങനെ ഈ ഡോക്ടർ ഓപ്പറേഷൻ ടേബിളിൽ ഓപ്പറേഷൻ തുടങ്ങി. ഒരു 45 മിനിറ്റോളം ഓപ്പറേഷൻ നടന്നിട്ടും അത് കഴിഞ്ഞിട്ടും ഒരു തുള്ളി രക്തം പോലും ഹൃദയത്തിനകത്ത് വന്നിട്ടില്ല. അതാണ്. അപ്പൊ ഈ കുട്ടിയുടെ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ സ്പർശിച്ചു. അപ്പം ഉടനെ ഈ കുട്ടി ഓപ്പറേഷൻ നടന്ന ആ സമയത്ത് കുട്ടിയുടെ വാക്കുകൾ ഡോക്ടർ നല്ല രീതിയിൽ ആലോചിക്കുകയും, കുട്ടി പറഞ്ഞു, എവിടെയാണ് ഈശ്വരൻ? ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത് എന്നുള്ള ഓർമ്മ, ആ പ്രാർത്ഥനയോടുകൂടി ഈശ്വര, എനിക്ക് ഹൃദയത്തിൽ ഈശ്വരനെ കാണാൻ അനുവദിക്കണം എന്നുള്ള, അനുഗ്രഹം വേണം എന്നുള്ള പ്രാർത്ഥന ആ ഡോക്ടർ ആ സമയത്ത് നടത്തുകയും അപ്പോൾ ഒരു തുള്ളി രക്തം ഹൃദയത്തിൽ വരികയും ഓപ്പറേഷൻ സക്സസ് ആകുകയും ചെയ്യും. ആ കുട്ടി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതാണ് നമ്മുടെ ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ കൊച്ചു കുട്ടികളിൽ നാം ഈശ്വരനെ 5 വയസ്സ് മുതലേ ഗുരുദേവൻ രചിച്ചിരിക്കുന്ന ശ്രീനാരായണ ധർമ്മ എന്നുള്ള മഹത്തായ ഗ്രന്ഥത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, മരണം വരെയുള്ള ജീവിത കാലഘട്ടമാണ്
ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈശ്വരനെ, കൊച്ചുകുട്ടികളെ ഈശ്വരനായിട്ട് ദേവനായിട്ട് കണക്കാക്കണമെന്നാണ് ഗുരു. അത് എല്ലാം സംസ്കൃത മന്ത്രങ്ങളാണ്. അപ്പൊ കൊച്ചുകുട്ടികളിലാണ് ഇത് നമുക്ക് പഠിപ്പിക്കേണ്ടതും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുരുവിന്റെ ദർശനം. അപ്പൊ ഇവിടെ മതപഠനം ഉണ്ടെന്ന് തോന്നുന്നു ഈ കൊലത്തര ക്ഷേത്രത്തിൽ. അപ്പൊ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കുട്ടികളെ നാം മെരുക്കിയെടുക്കണം. ഈശ്വരൻ ആരാണ്, ഈശ്വരൻ എവിടെയാണ് വസിക്കുന്നത്. അപ്പൊ നല്ല നല്ല ശീലങ്ങൾ, എങ്ങനെ ഒരു മാതാവ് എങ്ങനെയാണ് ഒരു നല്ല കുഞ്ഞിനെ, ഒരു പ്രജയെ സൃഷ്ടിക്കേണ്ടത്, ഇതെല്ലാം ശ്രീനാരായണ ധർമ്മത്തിൽ അടിവരയിട്ട് നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് അതാണ് ഏറ്റവും ആവശ്യം ഈ കാലഘട്ടത്തിൽ. നമുക്ക് മൂല്യച്യുതികള്, ആ മൂല്യങ്ങളെ നാം അവഗണിച്ചുകൊണ്ടാണ്. പഴയ സംസ്കാരമുണ്ട്. നമ്മുടെ സംസ്കാരം എന്താണ്? മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. ഇതെല്ലാം എവിടെ നിന്നാണ് കിട്ടിയത്? നമ്മുടെ മഹർഷീശ്വരന്മാർ 10,000 വർഷങ്ങൾക്ക് മുൻപേ തൈത്തരീയോപനിഷത്തിലെ വാക്കുകളാണ്. തൈത്തരീയോപനിഷത്ത് അത് നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയാണ്. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ, ആചാര്യ ദേവോ ഭവ, അതിഥി ദേവോ ഭവ. അപ്പൊ ഇതെല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളിലാണ് പകർത്തേണ്ടത്. അല്ല നാം ഈ മുതിർന്നവരായ 60 വയസ്സ് കഴിഞ്ഞ, ഒരു 50 വയസ്സ് വരെ കഴിഞ്ഞാലും പകർത്തിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമ്മള് ഇതിന്റെ നമ്മുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി. അപ്പൊ കുട്ടികളെ പഠിപ്പിക്കുക, അതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുട്ടികളെ മൂല്യത്തോടു കൂടി വളർത്താൻ ശ്രമിക്കുക. ഞാൻ ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ലഹരിക്കെതിരെയുള്ള വലിയ സമ്മേളനമൊക്കെ നടക്കുന്നുണ്ട്. മൂന്നാറ്റുമുക്ക് ജംഗ്ഷനിലാണ്. ഞാൻ വിചാരിച്ചത് ലഹരി എന്താണ്? ഗുരു പറഞ്ഞിരിക്കുന്നത് മദ്യം വിഷമാണ്. 2 കാര്യങ്ങളാണ് ഗുരു അരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്, ജാതി ചോദിക്കരുത്, പറയരുത്. അപ്പൊ ഇതെല്ലാം ഗുരുവിന്റെ സന്ദേശങ്ങൾ, ഗുരുവിന്റെ ആ അപ്ത ലക്ഷ്യങ്ങൾ, ഗുരുവിന്റെ തിരുവായി മൊഴികൾ നാം ജീവിതത്തിൽ പകർത്തണം. ഇങ്ങനെ 2 വാക്കുകൾ പഠിപ്പിച്ചത് കൊണ്ടോ രണ്ട് പ്രഭാഷണം ചെയ്തോണ്ടോ ഒന്നും ആയില്ല. ഇപ്പൊ ഞാനിത് ആചരിച്ചിട്ട് വേണം പ്രചരിപ്പിക്കാൻ. പഠിക്കണം, ഞാനത് ചെയ്യുന്നോണ്ട് എനിക്കിത് പറയാൻ നല്ല ചങ്കൂറ്റമുണ്ട്. ഞാൻ ഇപ്പം ഉദാഹരണം, ഞാൻ അനേകം കുട്ടികളെ പഠിപ്പിച്ചു വിടുന്നുണ്ട്. എൻ്റെ ജോലി ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ള തൊഴിലാണ്. അപ്പം ഞാനിപ്പം മുണ്ടക്കയത്തിലാണ് താമസിക്കുന്നത്. ഇടുക്കി ബോർഡറാണ്. അവിടെ ആന വരുന്ന സ്ഥലമാണ്. കാട്ടാനകൾ കൂട്ടം കൂട്ടമായിട്ട് വരുന്നതാണ്. ഞായറാഴ്ച പഠിപ്പിക്കാൻ പോകും. അപ്പൊ അത് നമുക്ക് എപ്പോഴാണ് പഠിപ്പിക്കാൻ പോകുന്ന നല്ല കാര്യത്തിന് വേണ്ടി ആരാണോ വിനിയോഗിക്കുന്നത് അവിടെ ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ട്. അവിടെ ആനയെന്ന ഒരു പ്രതിബദ്ധത അല്ല. ആന വരുന്നാലും നമുക്ക് ആ ഈശ്വരൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ബോധം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കും. അതാണ് നാം അറിയേണ്ടത്. അപ്പൊ കുട്ടികളെ നാം നല്ല ശീലങ്ങളും നല്ല മൂല്യങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നാം പഠിപ്പിക്കണം. പഠിച്ച് അവരെ നല്ല ഒരു യുഗത്തിന് വേണ്ടി പ്രാപ്തരാക്കിയെടുക്കണം. ശ്രീനാരായണ ധർമ്മം പഠിപ്പിക്കും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആദ്യം വരെ തുടങ്ങി. അപ്പൊ അത് നമ്മുടെ കുട്ടികള് സംസ്കൃത ശ്ലോകമാണ്. അത് എഴുതിയത് ശിവഗിരി മഠത്തിൽ വെച്ച് ആത്മാനന്ദ സ്വാമികളാണ്. ഇപ്പൊ ഗുരു രാവിലെ ഉള്ള പ്രഭാത കൃത്യങ്ങൾക്ക് ശിവഗിരി വഴി നടക്കാൻ ഇറങ്ങുമ്പോൾ ആത്മാനന്ദ സ്വാമികൾ കമണ്ഡലുവില് ജലവുമായിട്ട് പോകും ഗുരുവിന്റെ പ്രഭാത കൃത്യങ്ങൾക്ക് വേണ്ടി. അപ്പൊ ഗുരു പറയും, ആത്മാനന്ദ നീ എഴുതിയെടുക്കൂ, ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ എഴുതിയെടുക്കണം. പിന്നീട് ഒരു കുറച്ച് 10 മണിയാകുമ്പോൾ ഗുരു വിശ്രമിക്കുന്ന അവസരത്തിൽ ഞാനത് തെറ്റിതിരുത്തരാം. അപ്പൊ അന്നത്തെ കാലത്ത് ഇങ്ങനെ എഴുത്തൊന്നുമില്ല. ആ സ്മൃതിപഥത്തിൽ ഓർത്തിരിക്കും ആത്മാനന്ദ സ്വാമികൾ. അത്രയ്ക്കുള്ള നല്ല ഒരു ശിഷ്യനായിരുന്നു ആത്മാനന്ദ സ്വാമികൾ. അതോടൊപ്പം ബോധാനന്ദ സ്വാമികളും എല്ലാവരും ഗുരുവിന്റെ കൂടെ അനുഗമിക്കുകയും ഈ ശ്രീനാരായണ ധർമ്മം എന്നുള്ള മഹത്തായ ഗ്രന്ഥം അത് ആദ്യം എഴുതിയത്, അച്ചടിച്ചത് ശ്രീനാരായണ തീർത്ഥർ സ്വാമികളാണ്. അപ്പൊ അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട പങ്കുണ്ട് ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ. അപ്പൊ ആത്മാനന്ദ സ്വാമികൾ 300 ശിഷ്ടം മന്ത്രങ്ങളോട് കൂടിയ ശ്രീനാരായണ ധർമ്മം അത് 10 സർഗങ്ങളിലായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതൊക്കെ പഠിക്കണം. നമ്മൾ ഓരോരുത്തരും പഠിച്ചാൽ മാത്രം പോരെ, കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കണം. അതാണ് നമുക്ക് ഈ അവസരത്തിൽ വേണ്ടത്. ശ്രീനാരായണൻ ധർമ്മം പഠിച്ചു കഴിഞ്ഞോ, അത് മഹർഷീശ്വരന്മാർ 10,000 വർഷങ്ങൾക്ക് മുമ്പേ നമുക്ക് തന്നിട്ടുള്ള ഷോഡശ സംസ്കാരം എന്നുള്ള രീതിയാണ്. ഷോഡശ സംസ്കാരം അതിനേക്കാൾ എന്ത് ലളിതമായും നല്ല വ്യക്തതയോടും കൂടിയാണ് നമ്മുടെ ഗുരു
നമുക്ക് തന്നിരിക്കുന്ന. ശ്രീനാരായണ ശിവഗിരി മഠത്തിലുണ്ട്. തീർത്ഥ സ്വാമികളുടെ പുസ്തകമാണ് ഏറ്റവും നല്ലത്. എനിക്ക് അറിയാം, ഏറ്റവും കൂടുതൽ അറിയാന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തീർത്ഥ സ്വാമികളൊക്കെ വർഷങ്ങളോളം വന്ന് താമസിച്ചിരുന്നു. എൻ്റെ ഭർത്താവിൻ്റെ ഗൃഹത്തിലായിരുന്നു. അന്ന് മത്സ്യമാംസാദികളൊന്നും ഉപയോഗിക്കില്ലായിരുന്നു. ഇപ്പോഴും അവിടെ ഒരു ആശ്രമമുണ്ട്. അപ്പൊ അവിടെ വേൽ പ്രതിഷ്ഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് വ്യക്തതയോട് അദ്ദേഹത്തിന്റെ പുസ്തകം നോക്കിയാണ് ഞാൻ പഠിപ്പിക്കുന്നത് കുട്ടികളെ. അപ്പൊ അങ്ങനെയുള്ള ആ ശ്രീനാരായണ ധർമ്മം അത് നാളെ മുതലെങ്കിലും നമ്മുടെ കോലത്തിരയിലെ മണ്ണിൽ പഠിപ്പിക്കാൻ ഇവിടെയുള്ള ഭാരവാഹികൾ സന്നദ്ധരായിരിക്കണം. ശ്രീനാരായണ ധർമ്മം പഠിച്ചു കഴിയുമ്പോൾ എല്ലാമായി. അല്ലാതെ നമ്മൾ കുറച്ച് മുതിർന്നവരിങ്ങനെ പ്രഭാഷണം ചെയ്തത് കൊണ്ടോ ഒന്നും ആയില്ല. അപ്പൊ അതാണ് നമ്മുടെ കുട്ടികളെ ലഹരിയുടെ അടിമയിൽ നിന്നും നമുക്ക് മാറ്റി നല്ലൊരു ജനതയെ വാർത്തെടുക്കണം. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മുടെ അന്താരാഷ്ട്ര പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ എല്ലാ രീതിയിലും നല്ല ഒരു ചുക്കാൻ പിടിക്കുന്ന ഒരു മഹത് വ്യക്തിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന് അതൊക്കെ മുൻനിരയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയും. അതൊക്കെ ഒരു ക്ലാസ്സായിട്ട് തന്നെ ഇവിടെ പഠന ക്ലാസ് ആരംഭിക്കണം. അതാണ് ഈ വൈകിയ വേളയിലാണെങ്കിലും നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ ഒരു പറയാൻ കാരണം, ഇപ്പൊ ഉദാഹരണം ഈ ലഹരി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അത് മാത്രമല്ല നമ്മുടെ നാഡീവ്യൂഹത്തെ എല്ലാം നശിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ്. അപ്പൊ ആ നാഡീവ്യൂഹത്തിനെയൊക്കെ നമുക്ക് ഈശ്വരൻ തന്നെ എന്തൊരു നല്ല മനുഷ്യ ശരീരമാണ്. ആ ശരീരത്തെ നാം നശിപ്പിക്കുക നല്ലതാണോ? ഈശ്വരൻ തന്ന ശരീരമാണ് ഏറ്റവും നല്ല മനോഹരമായ ശരീരം. ഉദാഹരണം, നടരാജഗുരുവിന്റെ വേർഡ് ഓഫ് ദി ഗുരു അഥവാ ഗുരു അരുൾ എന്നുള്ള പുസ്തകത്തിലെ ഗുരു തന്നെ മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. അത് നമ്മളെ മൃഗങ്ങളെ കണ്ട് പ്രകൃതിയെ കണ്ട് പഠിക്കാനാണ് പറയുന്നത്. പ്രകൃതി അത്രയ്ക്ക് മനോഹരമായ ആ പച്ചപ്പോട് കൂടിയുള്ള വന്യജീവികളും സാധാരണ മൃഗങ്ങളും എല്ലാം അതിനൊപ്പമാണ് ജീവിക്കുന്നത്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നാണ് മൃഗങ്ങളും പക്ഷികളും എല്ലാം ജീവിക്കുന്നത്. നാം മാത്രം എന്തുകൊണ്ട് ഈ പ്രകൃതിയിലുള്ള വന്യമൃഗങ്ങളെ, ഉദാഹരണം ഇവിടെ പറയാൻ കൊള്ളത് ഈ മത്സ്യം, മാംസം, ഇതെല്ലാം നാം വർജിക്കണം. അപ്പോഴാണ് മനസ്സ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായി തീരുന്നത്. ഈശ്വരനെ പ്രാപിക്കാൻ അതാണ് ഏറ്റവും വലിയ വഴി. അത് ആത്മോപദേശ ശതകത്തിൽ ഗുരു തന്നെ രചിച്ചിട്ടുണ്ട്. ഉള്ളിമുത്തെല്ലാം പഴം അഞ്ചുമുണ്ട് നാറും, നളികയിലേറി നയേന മാറിയാടും കിളികളെ അഞ്ചും അരിഞ്ഞ് കീഴ്മറിക്കും വെളുവുരുവേന്തി അകം വിളങ്ങിടേണം. കണ്ടോ, വെളുവുരുവേന്തി അകം വിളങ്ങണമെങ്കിൽ നമ്മളെ ഒളിമുതെല്ലാം പഴമഞ്ച് പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കി വെക്കണം. ആ പഞ്ചേന്ദ്രിയങ്ങളെ ശുദ്ധമാക്കാതെ നമുക്കൊന്നും ഈശ്വരനെ പ്രാപിക്കാൻ സാധ്യമല്ല. അതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് ഗുരു ശവക്കറി മത്സ്യമാംസാദികളെ പറഞ്ഞിട്ടുള്ളത്. അങ്ങനൊരു സംഭവമുണ്ട്. ഗുരു സശരീരനായിരുന്നപ്പോൾ ഗുരുവിനോടൊരു നിരീശ്വരവാദി അദ്ദേഹം ചോദിച്ചു, എന്താ ഗുരു, നമുക്ക് പശുവിന്റെ പാൽ ഉപയോഗിക്കെങ്കിൽ എന്തുകൊണ്ട് പശുവിൻ മാംസം ഉപയോഗിച്ചുകൂടാ? അപ്പൊ ഗുരു ആ സമയത്ത് തന്നെ മറുപടി കറിച്ചു, നിങ്ങളുടെ അമ്മ ജീവിച്ചിരിപ്പുണ്ടോന്ന് ചോദിച്ചു. അമ്മ ഇല്ല, അമ്മ മരിച്ചു. അപ്പൊ അമ്മയുടെ പാൽ എല്ലാവരും കുടിച്ചിട്ടില്ലേ? അമ്മയുടെ പാല് കുടിക്കാത്തവരാരും ഈ ലോകത്തിലില്ല. അപ്പൊ അമ്മ മരിച്ചപ്പോൾ നിങ്ങള് അത് ബാക്കി പറയണ്ട, നമുക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. അപ്പൊ അതാണ് ഗുരുവിന്റെ ഓരോ വാക്കുകളും. അപ്പൊ ഗുരു ആരാ? വാദിനം വാദിനേ വാചം യമാനം മൗനഭാരിനെ സർവലോകാനുരൂപായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. കണ്ട, ശിവലിംഗാസങ്ങൾ എഴുതിയാണ്. ഗുരു ഈശ്വരനാണെന്ന് അറിയാൻ വേണ്ടിയാണ്. വാദിനം ആരോടും വാദിക്കുകയില്ല. വാദിനം വാദിനെ വാചം യമാനം മൗനഭാരിനെ സർവലോകാനുരൂപായ, സർവലോകങ്ങൾക്ക് അനുരൂപനായ ആ ഗുരുവിനെ കൊണ്ട് ഞാൻ നമസ്കരിക്കുന്നു. കണ്ടോ, പിന്നെ അത് മാത്രമാണോ? ഗുരുവിനെ കുറിച്ച് അത് ഭടാനന്ദ സ്വാമികൾ അദ്ദേഹം ഒരു പ്രാവശ്യം ഗുരുവിനെ പരീക്ഷിക്കാനായിട്ട് വന്നു. ഗുരു, എന്താ എല്ലായിടത്തും കല്ലൊക്കെ കുഴിച്ചിടുന്ന, ഈ പ്രതിഷ്ഠകളൊക്കെ നിർത്തിക്കൂടെ? എന്തിനാ ഈ പ്രതിഷ്ഠകളൊക്കെ? ഇനി നമുക്ക് പ്രതിഷ്ഠ നിർത്താൻ. അപ്പൊ ഉടനെ ഗുരു അതിന് മറുപടി പറഞ്ഞു കൊടുത്താണ്,
നാം കല്ല് കുഴിച്ചിടുന്നേ ഉള്ളൂ. അവിടെ നിന്ന് എന്താ ചെയ്യുന്ന, വാഗ്ഭടാനന് കല്ല് ചുമന്നുകൊണ്ട് നടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കാതിൽ അന്നത്തെ കാലത്ത് കടുക്കൻ ഇടുന്ന സ്വഭാവമുണ്ട്, കല്ലുകൊണ്ടുള്ള കടുക്കൻ. അപ്പൊ വാഗ്ഭടാനന്ദിനെ ആ സമയത്ത് അവിടെ ഇരുത്തി. അപ്പൊ അതാണ് ഗുരുവിന്റെ ഓരോ പ്രായോഗികത, വാക്കിന്റെ പ്രയോഗം, കവിത്വം, ശാസ്ത്രാതീതൻ. അത് മാത്രമാണോ, എല്ലാ രീതിയും സർവസംഘ പാരംഗതൻ. ഇതെല്ലാത്തിനും ഉപരി നമുക്ക് വാക്കുകളില്ല, എല്ലാത്തിനും അതീതമായിട്ടുള്ള ഈശ്വര സ്വരൂപം, പരബ്രഹ്മ സ്വരൂപം. അപ്പൊ ഗുരു നാരായണൻ എന്ന് പേരിട്ടു. നാണുവായി, നാണു ആശാനായി, നാരായണ ഗുരുവായി, ശ്രീനാരായണ പരമ ഗുരുദേവനായി, ശ്രീനാരായണ പരമ ഹംസദേവനായി, പിന്നെ ദേവാധിദേവനായി, അപ്പൊ ഈശ്വരനായിട്ട് ഭവിച്ചു. അതാണ് നാം അറിയേണ്ടത്. അപ്പൊ നമ്മുടെ സാധാരണ നാരായണനല്ല. അതാണ് ഗുരുവിന്റെ ഗദ്യപ്രാർത്ഥനയിൽ കൊടുത്തിരിക്കുന്ന അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും എന്നുള്ള ആ മഹത്തായ മർമ്മം നമുക്കറിയില്ല. അത് എങ്ങനെയാണ് വാക്കുകളുണ്ട്. നേരത്തെ അത് ശ്രീ രവിശങ്കർ പറഞ്ഞിട്ടുണ്ട്. ഗുരു എന്നും ഉണ്ടായിരുന്നു, ഇനി എപ്പോഴും ഒരിക്കലും പോവുകയില്ല. അതാണ് മഹാസമാധി മണ്ഡപത്തിൽ നിന്നും നമുക്ക് ആ പ്രസരിക്കുന്ന ജ്യോതിസ്, ആ പ്രകാശം നമ്മുടെ കേരളം ആകമാനം പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അത് നമ്മൾ ആരും അറിയുന്നില്ലാത്തേ ഉള്ളൂ. ആ മഹാസമാധി മണ്ഡപത്തിൽ നിന്നും പ്രസരിപ്പിക്കുന്ന ആ ദിവ്യ ജ്യോതിസാണ് നമ്മളേവരെയും കൊറോണ വന്നിട്ട് നമ്മളെ പിടിച്ചു നിർത്തിയത്. നാം മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഗുരുവിന്റെ വചനങ്ങൾ നമുക്ക് ഈ ദർശനങ്ങൾ എല്ലാം, ദർശനം 64ഓളം കൃതികൾ തന്നിട്ടുണ്ട്. എല്ലാം മഹത്തായ കൃതികളാണ്. അതോടൊപ്പം മഹാകവി കുമാരനാശൻ ഗുരുസ്തവത്തിൽ പറയുന്നുണ്ട്, വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങ് ഒരുവൻ താൻ ഭേദാദികൾ കൈവിട്ട് ജപിപ്പൂ ഗുരുമൂർത്തെ. അപ്പൊ വേദങ്ങളും ആഗമങ്ങളും എല്ലാം കടഞ്ഞെടുത്ത സാരാംശമാണ് ഗുരുവിന്റെ ദർശനം. അപ്പൊ 64ഓളം വരുന്ന കൃതികൾ നമുക്ക് അറിയാം. അപ്പൊ ഈ ഉദാഹരണം ഗുരുവിന്റെ ആ സംസ്കൃത 100 മന്ത്രങ്ങൾ അടങ്ങിയത് സംസ്കൃതത്തിൽ ദർശനമാലയുണ്ട്. പിന്നെ 100 മന്ത്രങ്ങൾ മലയാളത്തിലുള്ളതാണ് ആത്മോപദേശ ശതകവും ശിവശതകവും. അപ്പൊ ശിവശതകമൊക്കെ നാം പഠിച്ചു കഴിയുമ്പോൾ നമുക്കറിയാൻ സാധിക്കും, ഒറ്റ ദിവസം കൊണ്ടാണ് ശിവശതകം അരിപ്പുറത്ത് വെച്ച് രചിച്ചെന്നാണ് ഈ ഗ്രന്ഥകാരന്മാരൊക്കെ പറയുന്നത്. അപ്പൊ അതിനകത്ത് ഒരു വാക്കുകളുണ്ട്, ഒരു ശ്ലോകമുണ്ട്, ചെറുമയർ തോല് പൊതിഞ്ഞു ചത്തുപോവാൻ വരവുമെടുത്തു വലത്തു വായുവിന്മേൽ ചരിഞ്ഞു ചുഴന്നു പറന്നിടുന്ന വണ്ണം തിരിയുമതിങ്ങി വരാതെ തീയിടേണം എന്നുള്ള മഹത്തായ ഒരു സന്ദേശം നമുക്ക് തരുന്നുണ്ട്. അതിന്റെ അർത്ഥം കൂടി പറയാം. ചെറുമയർ തോല് പൊതിഞ്ഞു ചത്തുപോവാൻ, നമ്മുടെ ഈ കരിയില കാറ്റത്ത് വലിയ കാറ്റ് വരുമ്പോൾ എങ്ങനെ, കൊടുക്കാറ്റ് വരുമ്പോൾ കരിയില മുകളിലോട്ട് പറന്നു പോകും, പിന്നെ ആ കാറ്റ് നിൽക്കുമ്പോൾ അത് നിലത്തോട്ട് വീഴും. അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. അതാ ഭാഗവത്തിനകത്തും പറയുന്ന ഭാഗവത കീർത്തനം, കരളിൽ വിവേകം കൂടാതെ കണ്ടര നിമിഷം ബതകളയരുതാരും മരണം വരുമിനി എന്നു നിനച്ചിഹ മരുവുക സതതം നാരായണ ജയ. കേട്ടോ, എല്ലാ വേദങ്ങളും ആഗമങ്ങളും എല്ലാം കടഞ്ഞെടുത്തുകൊണ്ട ഗുരുവിന്റെ ദർശനം. ഗുരു ഒന്നിനെയും നിരാകരിച്ചിട്ടില്ല. അതാണ് അനുകമ്പാ ദശകത്തിലും ഒരു പീഡയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിൻ തിരുമൈ വിട്ടകലാതെ ചിന്തയും എന്നുള്ള മഹത്തായ സന്ദേശം. അത് മാത്രമല്ല, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അപ്പൊ എനിക്ക് മുണ്ടക്കയത്ത് വെച്ചൊരു ഈ മുസ്ലിങ്ങളുടെ ഒരു ഇതുണ്ടല്ലേ, അവരുടെ ആഘോഷം നടത്തുന്ന ഒരു ആ ദിനത്തിൽ ഒരാൾ എന്നോട് ചോദിച്ചു, എന്താ ഗുരുവിനെ കുറിച്ച്, എന്താ ഈ നബി തിരുമേനിയെ കുറിച്ച് എനിക്ക് പറയാനൊന്നും അറിയില്ല. അപ്പൊ ഞാൻ ഈ ഒരു 4 ശ്ലോകം കോട്ട് ചെയ്ത് പറഞ്ഞു, ഇത് പറയാൻ പറഞ്ഞു. ആ 4 വരി ശ്ലോകം എഴുതിക്കൊണ്ട് പോയാലും കുഴപ്പമില്ല. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. അവിടെ ഗുരുദേവൻ നബി തിരുമേനിയെ മുത്തും രത്നവുമായിട്ടാണ്. അപ്പൊ അവിടെ ഏകത്വ ദർശനമാണ് വരുന്നത്.
അവിടെ വിഭിന്നതയില്ല. എല്ലാത്തിനെയും ഒന്നായിട്ട് സമദർശനമായിട്ട് കണ്ടുകൊണ്ടാണ് ഗുരു ആ അനുകമ്പ ദശകത്തിൽ കൂടി നമുക്ക് തന്നിരിക്കുന്നത്. അത് മാത്രമാണോ നമുക്ക് ആത്മോപദേശത്തിൽ ഏറ്റവും മഹത്തായ ഒരു മന്ത്രമുണ്ട്, 49ാമത്തെ മന്ത്രം. അഖിലരും ആത്മസുഖത്തിനായി പ്രയത്നം സകലവുമിങ്ങു സദാപി ചെയ്തിടുന്നു, ജഗതിയിൽ ഇമ്മതം ഏകമെന്നു ചിന്തിച്ച് അഖമണയാതകതാരമർന്നിടേണം എന്നുള്ള മഹത്തായ ആ സന്ദേശം 49ാമത്തെ മന്ത്രമാണ്. അപ്പൊ നമ്മൾ എന്തിനാ നമ്മൾ ഈ രാവിലെ എഴുന്നേക്കും, ഉണരണം ഇന്നി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം പുണരേണം എന്നി വണ്ണം അണയും അനേക വികൽപ്പമാകയാലുള്ളൊരു നിർവികാര രൂപം. നമ്മുടെ എല്ലാവരുടെയും ജോലി, ഞാൻ ഉൾപ്പെടെ, രാവിലെ എണീക്കണം, ഉണരണം, ഇനി ഉറങ്ങണം, ഭുജിച്ചിടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാലുണരുവതുള്ളൊരു നിർവികാര രൂപം. നമ്മുടെ ഈശ്വരനെ കണ്ടെത്താനുള്ള വഴികൾ ആരും 24 മണിക്കൂറിൽ ആരും അതിനുവേണ്ടി ചിന്തിക്കുന്നില്ല. അതാണ് നാം അറിയേണ്ടത്. അപ്പൊ നമ്മുടെ മതം എന്ന് പറയുന്ന ഏക മതമാണ്. അത് ആത്മാനന്ദം, അതാണ് ഏകമത. അഖിലരും ആത്മസുഖം എന്നുള്ള അടിവരയിട്ട് ഗുരു അവിടെ 49ാമത്തെ മന്ത്രത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ആ മതത്തിന് വേണ്ടിയാണ് നാം യത്നിക്കേണ്ടത്. അത് മാത്രമാണ് ദൈവദശകത്തിന്റെ ഉപനിഷത്ത്. ആ ഉപനിഷത്തിൽ ആദ്യം നമ്മൾ ആദ്യത്തെ വാക്ക് തന്നെ ദൈവമേ, അവസാനത്തെ വാക്കുകൊണ്ട് നിർത്തുന്നത് സുഖം. സുഖം എന്നുള്ള വാക്കിന് 2 അക്ഷരമാണ്. നല്ല, ഘം എന്ന് പറഞ്ഞ ആകാശം, അത് പരമാത്മ സ്വരൂപമാണ്. നല്ല. അപ്പൊ നമുക്ക് ജീവിതത്തിൽ നല്ല സുഖം ലഭിക്കാൻ വേണ്ടിയാണ് നാം എല്ലാവരും ഓരോരുത്തരും പ്രയത്നിക്കുന്നതും. അതുകൂടാതെ നമ്മുടെ ജീവിതത്തെ എങ്ങനെ ഈശ്വരനോട്ട് പകർന്ന് ഈശ്വരനുമായിട്ട് യോജിക്കാം എന്നുള്ള തത്വങ്ങളാണ് ഓരോ കൃതിയിൽ കൂടിയും നമ്മെ ഗുരുദേവൻ കൊണ്ട് നടത്തിക്കുന്നത്. ഉദാഹരണം, നമ്മുടെ ഭദ്രകാളി ഈ കൊറോണ എന്നുള്ള മാരക രോഗം വന്ന അവസരത്തിൽ ഭദ്രകാളി കോലതീരേശസ്തവും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു രോഗാണു പോലും നമ്മുടെ അടുത്തോട്ട് വരികയില്ല. അത് ഗുരു പറഞ്ഞിരിക്കുന്ന ആ രീതിയിൽ വേണം നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തിൽ എണീറ്റ് പ്രാർത്ഥിക്കണം. അപ്പൊ അങ്ങനെയുള്ള മഹത്തായ ഗുരുവിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളണം, പ്രവർത്തിക്കണം, ആചരിക്കണം, പ്രചരിപ്പിക്കണം. ഇതാണ് നമുക്ക് വേണ്ടത്. അത് ഭദ്രകാളി എന്നുള്ള നല്ല വ്യക്തതയോടുകൂടി സ്ഫുടമായിട്ട് അതിലെ ഓരോ മന്ത്രങ്ങളും തെറ്റുകൂടാതെ വേണം പ്രാർത്ഥിക്കാനുള്ളത്. അല്ല, തെറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അത് തെറ്റാൻ പാടില്ല. പഠിക്കുന്നതിന് മുമ്പേ ആർക്കും നമുക്ക് തെറ്റ് വരാം, എന്നുള്ളത്. നമ്മളെല്ലാം ശരിയുള്ളവരല്ല, ഈശ്വരൻ മാത്രമേ ഉള്ളൂ എല്ലാം തികഞ്ഞത്. അപ്പൊ ഈശ്വരനെ നാം അറിയാൻ വേണ്ടി എല്ലാ കൃതികളിലും കൂടി നമുക്ക് തന്നിട്ടുണ്ട്. ഉദാഹരണം, വേറൊരു കൃതി ബാഹുലേയാഷ്ടകം. നമ്മളത് തെറ്റുകൂടാതെ പഠിക്കാനുള്ളത്. എവിടെയാണ് ദാമ്പത്യ ബന്ധത്തിന് എങ്ങനെ പ്രതിബന്ധം നേരിടുന്നത്, ഇവിടെ ഗുരു എന്താ ഓം ശരഹണ ഭവ എന്നുള്ള മന്ത്രത്തിൽ കൂടിയാണ് നമുക്ക് ആ മന്ത്രം 8 അഷ്ടകങ്ങൾ ബാഹുലേനെ സ്തുതിച്ചുകൊണ്ട് ഗുരു രചിച്ചത്. അപ്പൊ അത് തെറ്റുകൂടാതെ വേണം. ഓം ശരഹണ ഭവ. ഓം ഓം ഹോമ ധൂമ പ്രകട തട ജടാ കോടി ഭോഗി പ്രഭൂരം അം 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 ആദിതേയ പ്രണതപദൈ ഗംഭോരുഹ ശ്രീവിലാസം ഉം 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 ഉഗ്രനേത്ര ത്രയ ലസിത വപുർജ്യോതിരാനന്ദ രൂപം ശ്രീം 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 ശീഘ്രജിത്ത ഭ്രമഹരമനിശം ഭാവേ ബാഹുലേയം. അങ്ങനെ 8 മന്ത്രങ്ങളും ദിവസവും ഉരുവിടാമെങ്കിൽ അതിന് അത്രയും പ്രയോജനമുണ്ട്. നമ്മുടെ ശരീരത്തിലുള്ള, നേരത്തെ പറഞ്ഞു, 6 ആധാരങ്ങളുണ്ട്. മൂലാധാരം, സ്വാധിഷ്ഠാനം, അനാഹതം, വിശുദ്ധി, ആജ്ഞ, സഹസ്രാര പത്മ. ഈ ആറാധങ്ങളെ ശക്തിയെ ഉണർത്തിക്കൊണ്ടുള്ള ഒരു കൃതിയാണ് ബാഹുലേയാഷ്ടകം. അപ്പൊ അത്രയ്ക്കുള്ള പവറാണ് നമുക്ക് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. ആ മന്ത്രം ചൊല്ലുന്നവർക്ക്, ആ മന്ത്രം ദിവസവും ചൊല്ലുന്നവർക്ക് നമ്മൾ പറയുന്നിടത്ത് നിൽക്കും. ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങിയിരുന്നാൽ ഈ മന്ത്രം ചൊല്ലിയാൽ മതി.
അവരടുക്കും. പിന്നെ അവര് നമ്മുടെ മുമ്പേ ഒന്നും അത് നല്ല പവറുള്ളതാണ്, തെറ്റുകൂടാതെ ജപിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ബ്രഹ്മമുഹൂർത്തത്തിലായിരിക്കണം ഈ 8 മന്ത്രങ്ങൾ. നമ്മളിതെല്ലാം പഠിക്കണം. നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ശക്തിയെ നാം അറിയാതെയാണ് നാം എങ്ങനെ മിന്നാമിനിങ്ങിന്റെ പുറകെ പോകുന്നത്. നമ്മൾ വേറെ ക്ഷേത്രങ്ങളിലൊക്കെ പറഞ്ഞു ഗുരുവിനെ മാത്രം ഉപാസിച്ചാൽ മതി. ഇതാണ് ആദ്യം പറഞ്ഞ മന്ത്രം. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. അപ്പൊ ബ്രഹ്മാവാണ് ഗുരു. ആരാണ്? ബ്രഹ്മാവാണ്, വിഷ്ണുവാണ്, മഹേശ്വരുമാണ്. ആ പരബ്രഹ്മസ്വരൂപനായ ആ ഈശ്വരനെ, ആ ഗുരുവിനെ ഞാൻ നമിക്കുന്നു, ആരാധിക്കുന്നു. വേറെ ഒന്നും നമുക്ക് തേടിപ്പോയേണ്ട ആവശ്യമില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ഈശ്വരൻ വസിക്കുന്നത്. അതാണ് ഹൃദ്ദേശേ എന്നുള്ള പദം ഭഗവത്ഗീതയില് ഭഗവാൻ പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എല്ലാവരിലും അടങ്ങിയിരിക്കുന്ന ആത്മചൈതന്യം, അത് ഗുരു ആത്മാപദേശം അതിൽ പറയുന്നുണ്ട്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരന്നു സുഖത്തിനായി വരേണം എന്നുള്ള മഹത്തായ മന്ത്രം നാം എല്ലാവരും അത് അറിഞ്ഞിരിക്കേണ്ടത്. നമ്മളെല്ലാവരും ഒരേ ആ ഈശ്വരന്റെ കണ്ണികളാണ്. അത് ഭഗവത്ഗീതയിൽ ഭഗവാനും പറയുന്നുണ്ട്. മത്ത പരതരം നാന്യ കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ എന്നുള്ള മഹത്തായ ശ്രീകൃഷ്ണ വചനവും ഇവിടെ നമുക്ക് ഇത് രണ്ടും കൂടി കോർത്തിണക്കി വെക്കാം. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അപരന്യ സുഖത്തിനായി വരണം. ആ അതേ സിദ്ധാന്തം തന്നെ ഭഗവത്ഗീതയിലും ഭഗവാൻ അർജുനനെ ഉപദേശിക്കുകയാണ്. അർജുന, നീ എന്താ യുദ്ധം ചെയ്യാണ്ട്? നീ യുദ്ധം ചെയ്യാൻ നിന്റെ കർമ്മം, നിന്റെ ക്ഷത്രിയന്റെ ധർമ്മം എന്താ? യുദ്ധം ചെയ്യുക. ഉദാഹരണം, ഇപ്പൊ കാർഗിൽ യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. നമ്മുടെ രക്ഷാസൈന്യങ്ങളെല്ലാം വീരമൃത്യു പ്രാപിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഉദാഹരണം, ഒരു കത്തി, നമുക്ക് 3-4 ഉപയോഗങ്ങളുണ്ട്. കത്തി കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ നമുക്ക് അരിയാം. പിന്നെ കത്തി കൊണ്ട് നമുക്ക് വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട്. അതിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർമാർക്ക് ഓപ്പറേഷൻ ചെയ്യാം. പിന്നെ കത്തി കൊണ്ട് ഒരാളിനെ കൊത്തിക്കൊല്ലുകയും ചെയ്യാം. അപ്പൊ 3 കാര്യങ്ങളാണ് ആ കത്തി ഉപയോഗിക്കുന്നത്. അപ്പൊ ഏത് കാര്യത്തിനെ നാം തിരഞ്ഞെടുക്കണം? നമ്മള് ഈശ്വര കാര്യത്തിന് വേണ്ടി മാത്രം നമ്മുടെ ജീവിതം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ശരിയായിട്ടുള്ള മനുഷ്യജന്മം, നമുക്ക് ഇത്രയും നല്ല ഒരു മനുഷ്യജന്മം ഈശ്വരൻ തന്നു. എന്തിനാണ് ഗുരു ശിവഗിരിയിൽ ശാരദാംബയെ പ്രതിഷ്ഠിച്ചത്? നമുക്ക് അറിവ് നേടാനാണ്. കണ്ടോ, ആ അറിവിന്റെ ആ പരമകാഷ്ഠയിലെത്തി നാം മോക്ഷപ്രാപ്തി നേടുവാൻ വേണ്ടിയാണ് ശാരദാംബയെ പ്രതിഷ്ഠിച്ചത്. ഇവിടെ ശാരദാംബയ്ക്ക് എത്ര തൃക്കരങ്ങളുണ്ട്? 4 തൃക്കരങ്ങളാണ്. അപ്പൊ ആ 4 തൃക്കരങ്ങളിൽ വലത് കൈയിൽ ഏറ്റവും മുകളിൽ കാമത്തിന്റെ പ്രതീകമായ കിളിയാണ് സൂചിപ്പിക്കുന്നത്. കാമത്തിന്റെ, നമുക്കറിയാം, ശിവഗിരി ചെന്ന് തൊഴുമ്പോ അറിയാം, അത് ആ കാമത്തിന്റെ പ്രതീകം. താഴെ ചിന്മുദ്ര, അത് ചിന്മുദ്ര എന്ന് പറയുമ്പോൾ ഈ തള്ളവിരലും ആ ചൂണ്ടുവിരലും കൂടി യോജിക്കുന്ന. അപ്പൊ പരമാത്മ ചൂണ്ടുവിരൽ കൊണ്ടാണ് നമ്മൾ ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മൾ ചൂണ്ടുവിരലാണ് ഉപയോഗിക്കുന്നത്. നടുവിരൽ ഉപയോഗിക്കില്ല. നടുവിരൽ കൊണ്ട് ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ ഉപയോഗിക്കാറില്ല. അപ്പൊ അതിന്റെ അർത്ഥം അഹങ്കാരത്തെ നാം പരമാത്മാവിനോട് അടുപ്പിക്കണം. അഹങ്കാരം ഇല്ലാതായാൽ മാത്രമേ, പിന്നെ ഉള്ളവരായാൽ മാത്രമേ നമുക്ക് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കൂ. അല്ലാതെ ഒരു കാരണവശാലും മനസ്സ് നിഷ്കളങ്കമായ കൊച്ചു കുഞ്ഞിന്റെ മനസ്സായിരിക്കണം. അവരിലാണ് ഈശ്വരൻ എളുപ്പം പ്രസാദിക്കുന്നത്. വേറെ ഒന്നും വേണ്ട, ഭക്തി മാത്രം മതി. അപ്പൊ നമുക്ക് ഈശ്വരൻ എല്ലാം തരും. അപ്പൊ ശിവഗിരിയിലെ ശാരദാംബയിൽ ധർമ്മത്തിന്റെ പ്രതീകമായ 4 തൃക്കരങ്ങൾ, കാമത്തെയും അതോടൊപ്പം ചിന്മുദ്ര, ചിന്മുദ്ര എന്ന മോക്ഷപ്രാപ്തി നേടാൻ വേണ്ടി ഇടത് തൃക്കരങ്ങളിൽ ഏറ്റവും മുകളിലത്തെ കയ്യില് തൃക്കരത്തില് അതോടെ അർത്ഥം, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം, ധനത്തിന്റെ പ്രതീകമായ അമൃത കുംഭം, താഴെ പുസ്തകം, നമുക്ക് അറിവ് നേടാൻ. അപ്പൊ ധർമ്മത്തിൽ കൂടി എന്താ വേണ്ട? അർത്ഥം സമ്പാദിച്ച്, അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിച്ച്, കാമത്തെ, കാമം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, അത് അമിതമാകാൻ പാടില്ല.
അമിതമായി കഴിയുമ്പോഴാണ് ജീവിതത്തിന് അവിടെ ഏറ്റവും കൂടുതൽ പ്രകമ്പനം കൊള്ളിക്കുന്ന പല ദുഷ്ടതകളും നമ്മുടെ മനസ്സിൽ അടിഞ്ഞുകൂടുന്നത്. അപ്പൊ ധർമ്മത്തിന്റെ പാതയിൽ കൂടി അർത്ഥം ശരിയായ രീതിയിൽ സമ്പാദിച്ച് കാമത്തെ ആവശ്യത്തിന് മാത്രം ഉതകി മോക്ഷപ്രാപ്തിയിലോട്ട് കൊണ്ടുവരിക. അതാണ് ഗുരുവിന്റെ ആ ജ്ഞാനേശ്വരിയായ ശാരദാംബയെ പ്രതിഷ്ഠിക്കാൻ കാരണം. അറിവിന്റെ ദേവതയാണ്. അതാണ് ആദ്യത്തെ ശ്ലോകം തന്നെ നമുക്ക് നോക്കാം. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന അനാദിയിൽ പ്രിയം ഉയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. എന്നാശയം ഗതി വെറും നാദഭൂമിയിൽ അമർന്ന ആവിരാഭ പടരും ചിന്നാഭിയിൽ ത്രിപുടിയ നാണറും പഴികലർന്ന് ആറിടുന്നു ജനനി. കൊണ്ട് എന്ത് നല്ല, ഇത് വേദാന്ത കൃതിയാണ്, സാധാരണ ഒരു കൃതിയല്ല, ഇത് വേദാന്തമാണ്. വേദാന്തിന്റെ എല്ലാ സാരാംശങ്ങളും ഉൾക്കൊള്ളുകൊണ്ട് ഗുരു രചിച്ചാണ്. ഉദാഹരണ സ്വാനുഭഗീതിയിൽ ഗുരു രചിച്ചിട്ടുണ്ട്. ഗുരുവിന്റെ ആ താണ്ഡവ നൃത്തവും ഈ ദേവിയുടെ ലാസ്യ നൃത്തവും കൂടി ചേരുമ്പോഴാണ് അവിടെ പ്രകൃതി നല്ല സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നത്. അതാണ് അതിന്റെ താണ്ഡവ നൃത്തം. ശിവഭഗവാന്റെ കൈലാസത്ത് ഞങ്ങൾക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. ഒരു ഭാഗം മാത്രം കൈലാസം കാണാൻ സാധിച്ചു. അവിടെ നമ്മൾ പോകേണ്ട, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹിമാലയത്തിൽ നമ്മൾ പോയിരിക്കണം. ജീവിതം എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് ഹിമാലയ ദർശനം അത്രയ്ക്ക് പരിപാവനമായിട്ടുള്ളതാണ്. അപ്പൊ ആ കൈലാസത്തിന്റെ താണ്ഡവ നടനം, കൈലാസത്തിൽ നിന്നുകൊണ്ട് ശിവഭഗവാന്റെ താണ്ഡവ നടനവും ദേവിയുടെ ലാസ്യ നൃത്തവും കൂടി ചേരുമ്പോഴാണ് പ്രകൃതിക്ക് ഇമ്പം ഉണ്ടാണ്, സമഞ്ജസമായിട്ട് സമ്മേളിക്കുന്നത്. അതാണ് നമ്മുടെ പ്രകൃതി പുരുഷനും കൂടി ഒരുമിച്ച് സമ്മേളിക്കുന്നതാണ് ശിവലിംഗ പ്രതിഷ്ഠ. അതാണ് നമ്മൾ അറിയേണ്ട താണ്ഡവം. ആ താണ്ഡവ ശക്തി സ്പന്ദനം, ബോധത്തിൽ ശക്തി സ്പന്ദനം ഉണ്ടാകുമ്പോഴാണ്. അതാണ് നീ ലാസ്യമാട് വിടുമേ കിലാലവായി വനല കോലാഹലം ഭുവനമാലാപമാത്രമഖിലം കലാദിയായ മൃദുനൂലാലെ നെയ്യും ഒരു ലീലാപടം ഭവതിമേ മേലാകെ മൂടും അതിനാൽ ആരുമുള്ളത് അറിവിയിലാകമാന്ത നിലയെ. കണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. ദേവിയുടെ ആ വർണ്ണന, ദേവി എന്താ പരാശക്തി, ആദിപരാശക്തി, ആ സത്വ രജ തമോ ഗുണങ്ങളുടെ ആ സമ്മേളനം നമ്മളിലും ഉണ്ട്, പ്രകൃതിയിലും ഉണ്ട്. ഇതെല്ലാം നാം തിരിച്ചറിയേണ്ട സമയം കഴിഞ്ഞിരിക്കണം. നമ്മൾ ഒരു തമോ ഗുണത്തിൽ നിന്ന് സത്വഗുണമായിട്ട് നമുക്ക് മാറ്റി വരാം. നമ്മുടെ ഓരോ ദിവസത്തെയും ചിന്തയിലൂടെയും നമ്മുടെ ഓരോ പ്രവൃത്തിയിലൂടെയും കൂടി തമോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലോട്ടും വരാം, രജോ ഗുണത്തിൽ നിന്നും സത്വഗുണത്തിലോ. ഏറ്റവും പരിപൂർണമായിട്ട് സാധ്യമല്ല. അതിനൊരു ഉദാഹരണം നമ്മുടെ പുരാണങ്ങളിൽ. ഇപ്പൊ രാമായണ മാസമാണല്ലോ കർക്കിടക മാസം, നമുക്ക് എല്ലാവർക്കും അറിയാം. രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? എല്ലാരും വായിക്കുന്നുണ്ട്. രാമായണത്തിൽ എത്ര ശ്ലോകങ്ങളുണ്ട്? ആദ്യത്തെ അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഉമാമഹേശ്വര സംവാദം കഴിയുമ്പോഴുണ്ട് രാമായണം എത്ര ശ്ലോകങ്ങളുണ്ട്, ആരാണ് രചിച്ചത്, ഏത് മന്ത്രത്തിന്റെ ഇതായിട്ടാണ് രാമായണം രചിച്ചിരിക്കുന്നത്, അതെല്ലാം ഉണ്ട് കേട്ടോ. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എല്ലാവരും രാമായണം വായിക്കും. നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും അറിവില്ല കേട്ടോ. രാമായണത്തിൽ 24,000 ശ്ലോകങ്ങൾ അടങ്ങിയാണ്. വിശ്വാമിത്ര മഹർഷിയാണ് അതിന്റെ ഉപജ്ഞാതാവ്. ഗായത്രി മന്ത്രത്തിൽ നിന്നാണ് അത് രചിച്ചിട്ടുള്ളത്. ഓം സ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയ. അവിടെ ന്യായം എന്ന് പറഞ്ഞാൽ എന്റെ ബുദ്ധി ഇല്ലാതാകട്ടെ എന്ന് പറയും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആരും അങ്ങനെ പറയരുത്. അതിന് പ്രത്യേക മന്ത്രങ്ങളുണ്ട്. വിശ്വാമിത്ര ഋഷി ഛന്ദഃ, ഗായത്രി ഛന്ദഃ, സവിതാ ദേവത, ഇത് പറഞ്ഞിട്ട് വേണം നമ്മൾ ആ മന്ത്രം ജപിക്കാനുള്ളത്. അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇപ്പൊ വിശ്വാമിത്ര മഹർഷി 24 അക്ഷരങ്ങളിൽ കൂടി ഗായത്രി മന്ത്രത്തിൽ നിന്ന് 24,000 ശ്ലോകങ്ങളാണ് രാമായണത്തിലുള്ളത്. അത് അധ്യാത്മ രാമായണം. വാൽമീകി രാമായണം ഞാൻ വായിക്കുന്നുണ്ട്. അതെനിക്കൊരു ഭാഗ്യവശാൽ കൊണ്ട് തന്നാണ് ഒരു ആചാര്യൻ. അപ്പൊ അവിടെ അത് സംസ്കൃതമാണ്, കടുകട്ടി സംസ്കൃതമാണ്. അപ്പൊ അധ്യാത്മ രാമായണം നമ്മൾ ദിവസവും വായിക്കുമ്പോൾ ഗുരുവിന്റെ ദർശനം അതിനകത്ത് മൊത്തം അടങ്ങിയിട്ടുണ്ട്. ഞാനത് വായിക്കുമ്പോൾ സൂക്ഷിച്ച് അത് നല്ലപോലെ ഹൃദിസ്ഥമാക്കിയാണ് അത് വായിക്കുന്നത്. അതിനകത്ത് ഗുരു എഴുതിയിരിക്കുന്ന പിണ്ടനന്ദിയിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് നമുക്ക് രാമായണത്തിൽ കാണാം. സമ്പാദിവാക്യത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്.
മണ്ണും ജലം കനലും അമ്പരമോടു കാറ്റും എണ്ണിപ്പിടിച്ചറയിലിട്ടെരിയും കൊളുത്തി ദണ്ഡപ്പെടുത്തും ഒരു ദേവത ഇങ്കൽ നിന്നൻ പിണ്ടത്തിനന്ന് അമൃത് നൽകി വളർത്ത ശംഭോ. കണ്ടോ, ആരാണ്? ആ ഈശ്വരനല്ല, ഡോക്ടർമാരൊന്നുമല്ല കേട്ടോ, നമ്മുടെ മാതാപിതാക്കളൊന്നുമല്ല. അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഗുരു എന്ത് വ്യക്തതയോടുകൂടിയാണ് എഴുതി തന്നെ. ബന്ധുക്കളില്ല ബലവും ധനവും നിനക്കിൽ എന്തൊന്നു കൊണ്ടിത് വളർന്നത് അഹോ വിചിത്രം. എന്തമ്പുരാന്റെ കളിയൊക്കെ ഇതെന്ന് അറിഞ്ഞാൽ അന്ധത്വമില്ല അതിന് നീ അരുളീട് ശംഭോ. കണ്ടോ, എന്ത് നല്ല വ്യക്തതയോടുകൂടി ആ പിണ്ടനന്ദി ശാസ്ത്രത്തിനും അതീതമായിട്ടാണ്. എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് വാൽമീകി തന്നെ ഇത് രചിച്ച രാമായണം. അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞാൽ സമ്പാദി വാക്യത്തിനകത്താണ്. കണ്ടോ, ഒരു ജന്മം എടുക്കുമ്പോൾ അത് നാദബ്രഹ്മമായിട്ടാണ്. അതാണ് ഈ ഇന്ദ്രിയ വൈരാഗ്യത്തിനകത്തുണ്ട്. നാദം കടന്ന് നടുവേ നിൻ തിരുമൈ എന്നുള്ള ആ മന്ത്രം നമുക്കിവിടെ സ്പഷ്ടമാണ്. ഓങ്കാരനാദത്തിൽ കൂടിയാണ് ഒരു കുഞ്ഞ് ജനിക്കുന്നത്. കാരണം ഗുരു എന്ത് സ്പഷ്ടമായിട്ടാണ്. ഗുരു അവിവാഹിതനാണ്. ഗുരുവിനെല്ലാം അറിയുന്ന അവിടെ നിന്ന് അവിടുത്തെ ദർശനം 64ഓളം കൃതികൾ പഠിക്കുമ്പോൾ മാത്രം നമുക്ക് അതറിയാൻ സാധിക്കും. അല്ലാതെ നമുക്കറിയാൻ സാധിക്കും. കൃതികളിൽ അത് പഠിച്ചാൽ മാത്രം പോരാ, മനനം ചെയ്യണം. നമ്മൾ മനനം ചെയ്യണം. മനനം ചെയ്യുന്ന ഒരു ഇതാണ് നമുക്ക് അന്തർലീനമായിട്ട് നമ്മുടെ മനസ്സിലുള്ളത്. അതുകൊണ്ടാണ് മനുഷ്യന് ഈ നമുക്ക് പേര് വരാൻ കാരണം, മനുഷ്യൻ എന്ന് പേര് വരാൻ കാരണം മനനം ചെയ്യുന്നതുകൊണ്ടാണ്. മറ്റേ മരണം ഉള്ളത് കൊണ്ടാണ് മർത്യൻ എന്ന പേര് വരാൻ കാരണം, മരണമുള്ളത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നാം അറിയേണ്ടത്. അപ്പം മർത്യനും മനുഷ്യനും തമ്മിൽ ഒത്തിരി അർത്ഥമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പം നാം എല്ലാം ഒരു കൃതി വായിക്കുമ്പോൾ, ഒരു കൃതി പഠിക്കുമ്പോൾ അവിടെ മനനം ചെയ്ത് അതിനെ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തണം. അല്ലാതെ പഠിച്ചുകൊണ്ട് കാര്യമില്ല. അപ്പൊ നമ്മുടെ ഈ പിണ്ടനന്ദി എന്നുള്ള ഒരു മഹത്തായ കൃതി ശാസ്ത്രത്തിനും അതീതമായിട്ട് വരാൻ കാരണം ഗുരു ശാസ്ത്രാതീതനാണ്. അതാണ് അതിന്റെ വേറൊരു പ്രത്യേകത. അത് ശാസ്ത്രാതീതൻ എന്നുള്ള ഗുരു ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമുക്ക് ഓരോ കൃതിയും നമുക്ക് തന്നിട്ട്. അതാണ് നാദം കടന്നു. ആ നാദം നമ്മുടെ ആ ഉത്തരാരണി നമുക്ക് ഉദാഹരണം. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജനിക്കുമ്പോൾ ജായതേ ശൂദ്രനായിട്ടാണ് ജനിക്കുന്നത്. കർമ്മണെ ദ്വിജൻ എന്നുള്ള 2 ജന്മം മനുഷ്യനുണ്ട്. നമ്മൾ ആരും അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ല, ദ്വിജനാകാൻ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് ശിവഗിരി മഠത്തിലെയും ബാക്കിയുള്ള ആശ്രമങ്ങളിലൊക്കെ സ്വാമിമാർക്ക് എന്താ പേര് വരാൻ കാണാം. ആദ്യത്തെ പേര് ചിലപ്പം വേറെ രത്നാകരൻ എന്നോ അല്ലെങ്കിൽ വേലായുധൻ എന്നോ ഒക്കെ ആയിരിക്കും. നമ്മുടെ സച്ചിദാനന്ദ സ്വാമിയുടെ ഒക്കെ പേര് ആദ്യത്തെ പേര് വേറെയാണ്. പക്ഷെ ഇപ്പൊ ആ ദ്വിജൻ എന്നുള്ള ആ ബ്രഹ്മത്വം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിദാനന്ദയായി, പിന്നെ പ്രകാശാനന്ദയായി, പിന്നെ അങ്ങനെയുള്ള പല പല പേരുകൾ, വിശുദ്ധാനന്ദ, അങ്ങനെയുള്ള പല പേരുകളിൽ വരാൻ കാരണം അവര് ബ്രഹ്മത്വം സ്വീകരിച്ചുകൊണ്ടാണ്. ബ്രഹ്മത്വം. ദ്വിജൻ എന്ന് പറഞ്ഞാൽ അവിടെ ബ്രാഹ്മണനോ പൂണൂലിട്ടതുകൊണ്ടോ ഒന്നുമല്ല, ആർക്ക് വേണമെങ്കിലും ബ്രഹ്മത്വം സ്വീകരിക്കാം. അങ്ങനെ ബ്രഹ്മത്വം എന്ന് പറഞ്ഞാൽ ബ്രഹ്മജ്ഞാനം നേടുക, ബ്രഹ്മജ്ഞാനം നേടി മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞു കൊടുക്കുക. അതാണ് ഗുരുവിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ. മറ്റു ഗുരുക്കന്മാരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഗുരുവിന്റെ ആ കാഴ്ചപ്പാട്, ആ ഏകത്വ ലോക ദർശനമാണ്. അപ്പൊ ഗുരു എന്താ ചെയ്യുന്നത്? മരുത്താമലയിൽ നിന്നും ഇറങ്ങി അരിപ്പുറം പ്രതിഷ്ഠ കഴിഞ്ഞ് താഴോട്ട് ഇറങ്ങി വന്ന് ജനങ്ങളെ, എന്റെ പാവപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് ഇറങ്ങി വന്ന് ജനങ്ങളെ ഉദ്ധരിക്കുക മാത്രമല്ല, അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിച്ച്, സംസ്കൃത പാഠശാലയും സ്ഥാപിച്ച്, അത് കഴിഞ്ഞ് ഒരു ഈ കൃതികളെല്ലാം ജനങ്ങളിൽ വേണ്ട വിധത്തിൽ ചെലുത്തുകയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുകയും അതോടൊപ്പം നമ്മുടെ മനുഷ്യകുലത്തെ ഏറ്റവും ഒന്നായി കണ്ടുകൊണ്ട് ജനങ്ങളെ ഉദ്ധരിക്കുകയും ചെയ്തു. അതാണ് ഗുരുവിന്റെ പ്രത്യേക. മറ്റു ഗുരുക്കന്മാരിൽ നിന്നും വ്യതിരിക്തമാക്കുന്നത് ഗുരുവിന്റെ ദർശനമാണ്. അപ്പൊ ഗുരുവിന്റെ ഓരോ ദർശനവും നമ്മുടെ ജീവിതത്തിൽ തന്നെ ആഴത്തിൽ പഠിക്കുക. ആഴത്തിൽ പഠിച്ചു കഴിയുമ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലാക്കാൻ. അപ്പൊ പ്രകൃതിയുമായിട്ടുള്ള ഒരു സമഞ്ജസം, നമ്മളും അത് ഇണങ്ങിച്ചേരുക. പ്രകൃതിയുമായിട്ട് ഇണങ്ങിച്ചേരുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഉദാഹരണം, നമ്മൾ നദികളിലെല്ലാം നമ്മുടെ മാലിന്യങ്ങളെല്ലാം കൊണ്ട്
സംഭരിച്ച് അവിടെ എല്ലാം ഏറ്റവും നമ്മുടെ പ്രധാനപ്പെട്ട നദികളിലും പൊതുസ്ഥലത്തുകളാണ്. ഗുരു എന്താ പറഞ്ഞിരിക്കുന്നത്? ശുചിത്വത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം. ആ പ്രാധാന്യം നാം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കണം. അപ്പൊ നമുക്ക് എന്തെങ്കിലും പിന്നെ പ്രശ്നമുണ്ടോ? ഒന്നും ഒരു പ്രശ്നമില്ല. അപ്പം ജീവിതത്തിലെ ശുചിത്വത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുകയും അതോടൊപ്പം അത് കുട്ടികളെ മൂല്യവത്താക്കി മാറ്റണം. നമ്മുടെ സ്കൂൾ തലത്തിലും അങ്ങനെ ആക്കണം. അല്ലാതെ നമ്മളത് പൊതുനിരത്തിലൊന്നും വിസർജന ദ്രവ്യങ്ങളെ തുപ്പാനോ ഒന്നും പാടില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ചെലുത്താനുള്ളതും. അതാണ് ഏറ്റവും കൂടുതൽ ഗുരുവിന്റെ ശിവശതത്തിലൊരു ശ്ലോകം ഉണ്ടല്ലോ, ജനകനും അമ്മയും ആത്മസഖിപ്രിയ ജനവും അടുത്തേൽ വാസികളും വിന ജനനമെടുത്തു പിരിഞ്ഞിടും എപ്പോഴും തനിയെ ഇരിപ്പതിനെ തരമായി വരൂ. അപ്പൊ നമ്മളെല്ലാവരും എങ്ങനെയാ? ഒറ്റയ്ക്കാണ് വന്നത്, ഒറ്റയ്ക്ക് തന്നെ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഈ മൂല്യങ്ങളെല്ലാം ജീവിതത്തിൽ പകർത്തുക, ധർമ്മത്തിന്റെ പാതയിൽ കൂടി നാം ജീവിക്കുക. അപ്പൊ നമ്മുടെ മാതാപിതാക്കളും ആരും നമ്മുടെ കൂടെ ആരും വരില്ല. ഉദാഹരണം, കൊറോണ വന്നപ്പോ എത്ര പേരാ വലിയ വലിയ വ്യക്തികള്, വിദേശീയര്, ചക്രവർത്തി, രാജാവ് എല്ലാവരും മരിച്ചു. അവരെ ഒരു പ്ലാസ്റ്റിക്കിനകത്താക്കി അവരെ കത്തിച്ചു കളയണം, ആരെയും കാണാൻ സമ്മതിച്ചില്ല. അതാണ് ഗുരുവിന്റെ വചനമാണ് ഇനി വരാൻ പോകുന്ന ശ്രീനാരായണ ദർശന നൂറ്റാണ്ട്. അപ്പൊ ജനകനും അമ്മയും ആത്മസഖിപ്രിയ, അവിടെ ബന്ധുക്കളും ആരുമില്ല, ആത്മസഖിയില്ല. ജനകനും അമ്മയും ആത്മസഖിപ്രിയ ജനവും അടുത്ത അയൽവാസികളും വിന ജനനമെടുത്ത് പിരിഞ്ഞിടും എപ്പോഴും തനിയെ ഇരിപ്പതിനെ തരമായി വരുമെന്ന് ഭാഗവത്തിലും പറയുന്നുണ്ട്. ഭാഗവത്തിൽ ഭഗവാൻ എന്താ പറയുന്നത്? കൂടിയല്ല ജനിക്കുന്നതും കൂടിയല്ല മരിക്കുന്നതും. കണ്ട, എല്ലാം ഒരേ അർത്ഥമാണ്. നമ്മളതെല്ലാം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം തന്നെ അർത്ഥവത്താക്കുന്നത്. പിന്നെ വേറൊരു ഉദാഹരണം കൂടി ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മ വന്നത് പറയാം. നമ്മുടെ ശങ്കരാചാര്യ സ്വാമികള്, അദ്ദേഹം സ്വാമിയായില്ല. ആ സമയത്ത് ഹിമാലയൻ സാനുക്കളിൽ കൂടി ഇങ്ങനെ നടന്ന് നീങ്ങുമ്പോൾ അദ്ദേഹം പ്രകൃതിയിലുള്ള ഒരു മനോഹരമായ ദൃശ്യം കാണുവാനിടയായി. എന്നാൽ ഒരു പൂർണ്ണ ഗർഭിണിയായ തവള, അതവിടെ കാടിനകത്താണ്, വനത്തിലാണ്. ആ സമയത്ത് ഒരു മൂർഖൻ ബാബ് പത്തി വിടർത്തി അതിന് തണലേകുകയാണ്. നമ്മളാണെങ്കിൽ, മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ഒരു കല്ലെടുത്തെറിയും അതിന്. പക്ഷെ ശങ്കരാചാര്യസ്വാമികള് ആചാര്യപാതരാകുന്നതിന് മുമ്പേ ആ മൂർഖൻ പാമ്പ് പൂർണ്ണ ഗർഭിണിക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. പൂർണ്ണ ഗർഭിണിയാണെന്ന് അതിനറിയാം, മൂർഖൻ പാമ്പിന് പോലും അറിയാം കേട്ടോ. ആ പ്രകൃതി ഇണങ്ങിച്ചേരുന്നുണ്ട്. മൃഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇണക്കം, നമ്മളെ മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ. ഈ യുഗത്തില് മനുഷ്യർക്ക് അത്രയും വിവേചന ബുദ്ധിയില്ല. അപ്പൊ ആ സമയത്ത് ശങ്കരാചാര്യ സ്വാമികൾക്ക് ഒരു മനസ്സിലൊരു ഉണർവുണ്ടായി. ഇതൊരു പ്രത്യേക വിശേഷപ്പെട്ട ഒരു സ്ഥലമാണല്ലോ. അപ്പൊ അദ്ദേഹം നടന്ന് വന്ന് ഹിമാലയത്തിലൊക്കെ ഓരോ ഇത് കാഴ്ചയാണ്. പിന്നെ ശൃംഗേരിയിൽ വന്നു, കർണാടകയിൽ. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. ഹിമാലയത്തിൽ നിന്നൊക്കെ ഇങ്ങനെ ഓരോ ജീവികളും നമുക്ക് ഓരോ പാഠങ്ങളൊക്കെ ഉൾക്കൊണ്ട് അവിടെ തപസ്സൊക്കെ അനുഷ്ഠിച്ചതിന് ശേഷം കർണാടകയിൽ വന്നപ്പോൾ ശൃംഗേരി മഠം സ്ഥാപിക്കാൻ കാരണം അദ്ദേഹം ഈ കാഴ്ച കണ്ടിട്ടാണ്. അപ്പൊ ആദ്യത്തെ ശാരദാ പ്രതിഷ്ഠ ശൃംഗേരി മഠത്തിലാണ്. അവിടെ നിന്നപ്പം ദേവിയോട് ആജ്ഞാപിച്ചു, ദേവി അവിടുന്ന് എനിക്ക് കേരള മണ്ണിൽ കൂടി ഒരു ശാരദാംബയെ പ്രതിഷ്ഠിക്കണമല്ലോ, നമുക്ക് ജ്ഞാനം വേണ്ടേ. അപ്പൊ കേരളത്തിൽ വന്നപ്പോൾ അപ്പൊ ദേവി ഒരു വാക്ക് ആചാര്യപാദസ്വാമികൾക്ക് ഒരു വാക്ക് കൊടുത്തു, ഞാൻ കൂടെ വരാം, നീ തിരിഞ്ഞു നോക്കരുത്. തിരിഞ്ഞു നോക്കിയാൽ ആ സമയത്ത് അപ്രത്യക്ഷാവും, പിന്നെ പ്രതിഷ്ഠയൊന്നും നടക്കില്ല. അപ്പൊ കേരള മണ്ണിൽ വന്നപ്പോൾ ഈ ദേവിയുടെ ചിലമ്പലിയുടെ നാദം കേൾക്കാതായി. ആ സമയത്ത് അദ്ദേഹം തിരിഞ്ഞു നോക്കി, ശങ്കരാചാര്യർ. അവിടെയാണ് മൂകാംബിക പ്രതിഷ്ഠ. അത് കഴിഞ്ഞ് 1200 വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ മഹാഗുരു ശാരദാംബയെ ശിവഗിരിയിൽ പ്രതിഷ്ഠിച്ചത്. അപ്പൊ കണ്ടോ, അതിനകത്ത് എന്ത് അർത്ഥതലങ്ങളായിട്ടാണ് ധർമ്മത്തിന്റെ മാർഗത്തിൽ കൂടി മോക്ഷപ്രാപ്തി ലഭിക്കുക. അവിടെ എന്താ, ശാരദയ്ക്ക് പൂവും വെള്ളവും മാത്രം മതി. അവിടെ വേറെ ഒന്നും വേണ്ട, നിവേദ്യങ്ങളൊന്നും വേണ്ട കേട്ടോ. അവിടെ അറിവ് സമ്പാദിക്കുക. അപ്പൊ അവിടെ 1908 ഗുരു അവിടെ ശിലാസ്ഥാപന കർമ്മം നടത്തിയത്.
ആ സമയത്ത് ഗുരു സന്യാസി ശ്രേഷ്ഠന്മാരെല്ലാം നിൽക്കുന്ന അവസരത്തിൽ ഗുരു അവിടെ സ്നാനം കുളിക്കുകയായിരുന്നു. ആ സമയത്ത് വല്ലാത്ത ഒരു ചൂട്. ഇവിടെ ആ സമയത്ത് ശൂലം പ്രതിഷ്ഠിച്ചു. ഒരു ശൂലം ഗുരു അവിടെ പ്രതിഷ്ഠിച്ചപ്പോഴാണ് കുത്തിയപ്പോൾ എന്തെന്നില്ലാത്ത ചൂട് ഉത്ഭവിക്കുകയും ആ സമയത്ത് ശിഷ്യന്മാരെല്ലാം ഇറങ്ങി ഓടി. നിൽക്കാൻ വയ്യാത്ത ആ സമയത്ത് രചിച്ചാണ് ഈ ജനനീ നവരത്ന മഞ്ജരി എന്നുള്ള മഹത്തായ കൃതി. അത് വേദാന്ത കൃതിയാണ്. അത് സുഗുണാനന്ദ സ്വാമികളാണ് ഇത് രചിച്ചെടുത്തത്. അത് അദ്ദേഹത്തിന് വേറൊരു പേരും കൂടിയുണ്ട്, സംഗീത സ്വാമികൾ. അപ്പൊ അങ്ങനെയുള്ള മഹത്തായ കൃതി നമ്മുടെ കുട്ടികളിൽ വിദ്യാഭ്യാസത്തിന് ഏറ്റവും കൂടുതൽ മുൻതൂക്കം കിട്ടണമെങ്കിൽ ഈ ജനനീ നവരത്ന മഞ്ജരി കുട്ടികളത് പഠിച്ചിരിക്കണം. അത് ദിവസവും ചൊല്ലിയിട്ട് വേണം സ്കൂളിലൊക്കെ പോകാനായിട്ട്. പിന്നെ ഗുരു രചിച്ച വേറൊരു കൃതിയും കൂടിയുണ്ട്, ദേവി പ്രണാമ ദേവ്യഷ്ടകം. അത് ശരീരം തലച്ചോറിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു കൃതിയാണ്. ദേവി പ്രണാമ ദേവ്യഷ്ടകം. അത് 8 ശ്ലോകം അടങ്ങിയാണ്. അപ്പൊ അങ്ങനെയുള്ള കൃതികളൊക്കെ അത് നല്ല മന്ത്രങ്ങളോട് കൂടിയതാണ് ദേവി പ്രണാമ ദേവ്യഷ്ടകം. അങ്ങനെ ആ രീതിയിൽ നമുക്ക് കുട്ടികളെയൊക്കെയാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, ഇവിടെ ഒരു മതപാഠശാല നമ്മൾ തുടങ്ങണം. ഈ ലൈബ്രറിയിലാണെങ്കിലും മതി കുട്ടികളെ പഠിപ്പിക്കാൻ. ക്ഷേത്രത്തിൽ വേണമെന്നില്ല, ലൈബ്രറിയിൽ എല്ലാ ഞായറാഴ്ചയും കുട്ടികളെ മാസത്തിൽ 2 ഞായറാഴ്ചയാണെങ്കിലും മതി. അങ്ങനെ പഠിപ്പിച്ച് കുട്ടികളെ നല്ല രീതിയിൽ വളർത്തിയെടുക്കുക, അതാണ് നമുക്ക് ആവശ്യം. അപ്പം നമ്മുടെ കുട്ടികളിലെ മൂല്യങ്ങൾ നിറയാനും പിന്നെ സാറിനോട് പറയാനുള്ള, സാറ് ശ്രീനാരായണ പഠന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറാണ്. നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊള്ളിക്കുക. ഗുരുവിൻ്റെ ദർശനം ഉൾക്കൊള്ളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ ആ ഗുരുദർശനം, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന്, 32 അക്ഷരത്തിൽ കൊത്തിവെച്ച അരിപ്പുറത്തെ സന്ദേശം 32 അക്ഷരമാണ്. ജാതിഭേദം
അട്ടപതിയെങ്കിലും ആ തീരെ ഉറവയായിരുന്ന ആ അരുവിയിൽ നിന്ന് ജലം 5 വർഷം എന്ത് നല്ല ത്യാഗമനസ്ഥയോടുകൂടി തപോനിഷ്ഠയോടുകൂടി ജീവിതം നയിച്ച നമ്മളെ എല്ലാവരും മാനവരാശി, അല്ലാതെ ഇഴവുകളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. ആ മാനവരാശിയെ പടുത്തുയർത്തിയ ആ കുട്ടിന്റെ ദർശനം നമ്മളെല്ലാം ഉണ്ടായിട്ട് നമ്മുടെ രത്നം ആ മാണിക്യം അറിയാതെയാണ് നമ്മളെ ഭിന്നാമിനിന്റെ പുറകെ പോകുന്നത്. മാണിക്യമാണ് കേട്ടോ, മാണിക്യം നമ്മുടെ കയ്യിൽ ഇരിക്കൊണ്ട് രത്നം. അപ്പൊ ആ രത്നം ഇങ്ങനെ പ്രജ്വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രജ്വലനം നാം അറിയാതെ നാം വെളിയിലോട്ട് നോക്കിയിട്ട് നിന്ന് വേറെ ക്ഷേത്രങ്ങളിലോട്ട്, വേറെ ക്ഷേത്രങ്ങളൊന്നും പോകരുതെന്ന് ഒരിക്കലും നാം പറയാൻ പാടില്ല. ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെതായിട്ടുള്ള ചൈതന്യമുണ്ട്. ആ ചൈതന്യത്തിൽ നാം വർദ്ധിക്കണം. എന്നാലും ഗുരുവിനെ നാം ഹൃദയഫലത്തിൽ നാം ആവാഹിക്കണം. ഹൃദയത്തിൽ എപ്പോഴും ഗുരുവിന്റെ ആ മന്ത്രം, മാനവ മന്ത്രം നമുക്ക് അതീവ എന്നാൽ നമുക്ക് പറയാൻ വാക്കുകളില്ല. മാനവ മോചന മന്ത്രമാണ് ഗുരുവിന്റെ മന്ത്രം. മാനവ മോചന മന്ത്രം അതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സ്വാതരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. അങ്ങനെയുള്ള മാനവ മോചന മന്ത്രമാണ് നമുക്ക് ഗുരുദേവൻ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ആ മന്ത്രത്തെ നാം ശരിക്കും മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുക. അതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്. അപ്പൊ ഈ അവസരം നമുക്ക് ഓരോ ദിവസവും ഓരോ നല്ല നല്ല മഹത് വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഓരോ ദിവസവും പ്രഭാഷണം ചെയ്യുന്നത്. അപ്പൊ ആ പ്രഭാഷണത്തിൽ കൂടി നാം ഓരോ ആശയങ്ങൾ നമ്മൾ കണ്ടുപിടിക്കുക. അപ്പൊ ആ ഗുരുവിന്റെ ആ ദർശനം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം പകർത്തി മാത്രം പോരാ, നമ്മുടെ ജീവിതത്തെ അത് പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായിരിക്കണം. അതാണ് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവർ അവരന് സുഖത്തിനായി വരണം. അപ്പൊ അവരന് കൂടി സുഖത്തിനായി വരണം. നമ്മുടെ ജീവിതം അതിനുവേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാതെ നമ്മൾ കുറച്ച് ഉണരണം ഇനി ഉറങ്ങണം, ഭിജിച്ചിടണം, അശനം ഉണരണം എന്നി വണ്ണം അണയും അനേക വികല്പമാകയാലാൽ വരുന്നതുള്ളൊരു നിർവികാരൂപം. അങ്ങനെ ഒരു ജീവിതമായിട്ട് നാം ഒരിക്കലും എടുക്കരുത്. നമ്മുടെ ജീവിതം ധന്യമായി തീർക്കണം. അത് നമ്മുടെ കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണം? നമ്മുടെ കർമ്മങ്ങൾ നല്ല രീതിയിലായിരിക്കണം, നല്ല ചിന്തകളായിരിക്കണം. നല്ല ചിന്തകളിൽ കൂടി നല്ല കർമ്മങ്ങൾ വരും. നല്ല കർമ്മങ്ങൾ വരുമ്പോൾ നമ്മുടെ കർമ്മഫലം നല്ലതായിരിക്കും. അതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നുള്ള ആ അർത്ഥവാക്യം. നമ്മൾ കർമ്മം ചെയ്യുക, നമ്മൾ അധികം അതിന്റെ ഫലത്തെ ഇച്ഛിക്കരുത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അർജുനനെ ഉപദേശിക്കുകയാണ് എന്ന് കർമ്മണ്യേ വാധികാരസ്തേ മാ ഫലേഷു കഥാചന എന്നുള്ള ആ മന്ത്രം. ഇപ്പൊ ഗുരുവിൻ്റെതും എല്ലാം ആ ഭഗവാന്റെതും എല്ലാം ഒന്നാണ്. അപ്പൊ അത് മാത്രമല്ല, ഗുരുവിന് എപ്പോഴാണ് നമുക്ക് ആ ശ്രീകൃഷ്ണ ദർശനമൊക്കെ കിട്ടിയ ഗുരുവിന്റെ ഏറ്റവും നല്ല യൗവനം തുളുമ്പുന്ന അവസരം 18-ാമത്തെ വയസ്സിലാണ് ഗുരുവിന് ആദ്യത്തെ ഏതാം കൃതി എന്ന് വെച്ചാൽ ആരെന്ന് പറയും? വിനായകാഷ്ടമാണ് ശ്രീകൃഷ്ണ ദർശനം. അപ്പൊ ശ്രീകൃഷ്ണ ദർശനമാണ് 18-ാമത്തെ വയസ്സിൽ ഗുരുവിന് ലഭിച്ചത്. അപ്പൊ ഭൂയോവൃത്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ നിരോഭൂതമായി പീയൂഷധ്വനി നീലമായി ചുഴലും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കും അക്കായാവിൻ മലർമേനി കൗസ്തുഭ മണിജീവന്റെ വിദ്യോത്സവം എന്നുള്ള മഹത്തായ 4 വരി. ഇവിടെ ഗുരു 18 വയസ്സായപ്പോ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ യൗവനം തുറക്കുന്ന അവസരത്തിലാണ് ഗുരുവിന്റെ ഉപരിപഠനത്തിനായി കുമ്മമ്പള്ളി രാമൻപിള്ള ആശാന്റെ അടുത്ത് പോകുന്നത്. അപ്പൊ ആ സമയത്ത് വാരണാപ്പള്ളി തറവാടാണ്. അപ്പൊ ആ തറവാട്ടിൽ ഇരുന്ന് അവിടെ ഇപ്പൊ പുതുക്കി പണിയുന്നുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം അവിടെ പോയിരുന്നു. വിശുദ്ധാനന്ദ സ്വാമിയാണ് അവിടുത്തെ ചുമതലയെല്ലാം ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഇനി പൂർത്തിയാക്കാൻ കുറച്ച് നാളുകൾ കൂടി വേണ്ടി വരും. ഇവിടെ ഗുരു പഠിച്ചിരുന്ന കളരിയും എല്ലാം ഉണ്ട്, നമ്മളത് കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഗുരുവിന് കിട്ടിയ അവിടെ കുളമുണ്ട്. ഗുരുവിനെ ഒരു ബോധക്കേടുണ്ടായെന്നാ പറയുന്നത്. പക്ഷെ അതിനെയൊക്കെ സതീർത്ഥിലെന്ന്
കുമ്മമ്പള്ളിയോട് പറഞ്ഞു, ഗുരു ഇങ്ങനെ ബോധരഹിതനായിട്ട് കിടന്നു. ബോധരഹിതനായിട്ടല്ല, ഗുരുവിന് ആ ദർശനം കണ്ട് ആദ്യത്തെ മാത്രയിൽ തന്നെ ദർശനത്തോടുകൂടി വിഷ്ണു ഭഗവാനെ നേരിട്ട് കണ്ട് എഴുതിയ ദർശനമാണ് ശ്രീകൃഷ്ണ ദർശനം. അതിന്റെ അർത്ഥം കൂടി നമുക്ക് നോക്കാം. ഓം ഭൂയോക്തി നിവൃത്തിയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി, സത്തെന്നുള്ള ഈശ്വരനാണ് കേട്ടോ ആദ്യം. അപ്പൊ അവിടെ പീയൂഷം അമൃത് ഇങ്ങനെ നുകർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതിന്റെ പൂർണ്ണരൂപത്തിൽ. അപ്പം കുമ്മപ്പള്ളി ആശാന ഗുരുവിനോട് പറയണ, നാളെ നീ എന്താ കണ്ടത് ഒന്ന് വിവരിച്ച് ശരിക്കൊന്ന് വിവരിക്കുന്നേ. അപ്പോഴാണ് ഗുരു വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്, ശ്രീവാസുദേവ സരസീരുഹ പഞ്ചജന്യ കൗമോദരീ ഭയനിവാരണ ചക്രപാണേ ശ്രീവത്സവത്സ സകലാമയ മൂലനാശിൻ ശ്രീഭൂപതേ ഹരഹരേ സകലാമയം മേ. പാഞ്ചജന്യ എന്ന ശംഖ, കൗമോദി എന്നുള്ള പിന്നെ ശംഖ, ചക്രം, ശ്രീ ദർശന ചക്രം, ഇതെല്ലാം കൂടി 4 തൃക്കലങ്ങളിൽ മഹാവിഷ്ണുവിനെ ദർശിച്ചതാണ് ആ ശ്രീകൃഷ്ണ ദർശനം. അതിനെ ഒന്ന് വിപുലീകരിച്ച് ഗുരുവിന്റെ ആശാനായ കുമ്മമ്പള്ളി ചോദിച്ചത്, നീ എന്താണെന്ന് ശരിക്കെന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് ഗുരു എഴുതിയ ആ ശ്രീകൃഷ്ണ ശ്രീവാസുദേവാഷ്ടം. അത് നമുക്ക് ദ്വിതീയം ഉപയോഗിച്ചാൽ നമ്മുടെ ആമയങ്ങളെല്ലാം മാറി പോകുന്നതാണ്. ആമയങ്ങൾ. അപ്പൊ ഗുരുവിന്റെ ശംഖിന്റെ പേര്, ഭഗവാന്റെ ശംഖിന്റെ പേര് പാഞ്ചജന്യ. ഭഗവത്ഗീത പാഞ്ചജന്യ ഋഷികേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം തന്മോ മഹാശംഭം ഭീമകർമാവൃഗോദയ എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നത്. ഓരോരുത്തരുടെയും ശംഖിന്റെ പേരൊക്കെ. അതിപ്പോ നമുക്ക് 4 ദർശനം നമുക്കിപ്പോൾ കാണാൻ ഞങ്ങളൊക്കെ അടുത്തായിട്ട് വരും. അതിനകത്ത് ഓരോ ഭരതശത്രുഘ്നന്മാർക്കും എല്ലാം ലക്ഷ്മണനും ഒക്കെ ഉള്ള ഓരോ ഇതുണ്ട്. അപ്പൊ അതൊക്കെ ഓരോ ഭഗവാന് ഓരോ തൃക്കരങ്ങളിൽ കൊടുത്തിരിക്കുന്നതാണ് നമ്മുടെ ആമയങ്ങൾ. സകലാമയമ്മ എന്നാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിത്തരാൻ വേണ്ടി ഗുരു രചിച്ച ഒരു പ്രാർത്ഥനയാണ്, ഒരു നല്ല ഒരു കൃതിയാണ് ശ്രീ വാസുദേവാഷ്ടകം. അപ്പൊ ഗുരു നല്ലപോലെ ഭഗവാനെ സ്പർശിച്ച് ദർശിച്ച് അതിന്റെ അമൃതം സ്വീകരിച്ച് ജീവിതത്തിൽ അത് നുകർന്ന ഒരു സംഭവമാണ് ശ്രീകൃഷ്ണ ദർശനത്തിൽ കൂടി ഗുരുവിന് ലഭിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഗുരുവിന്റെ ഓരോ കൃതികൾ നമ്മുടെ എന്താ പ്രകൃതി ഏകത്വ ദർശനത്തിനൊപ്പമാണെന്നുള്ള ദർശനം നമ്മുടെ ജീവിതത്തിൽ കൂടി ഈ ദർശനത്തിൽ കൂടി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും. പിന്നെ അതേ രീതിയിൽ തന്നെ ഗുരുവിന്റെ വേറൊരു ആശയം, എല്ലാ ഭാരതത്തിലെ എല്ലാവർക്കും ഓരോ ഗുരുക്കന്മാർക്ക് അവരുടെ മന്ത്രദീക്ഷ സ്വീകരിച്ചാണ്. എല്ലാവർക്കും. ഉദാഹരണ ശ്രീബുദ്ധൻ, വിവേകാനന്ദ സ്വാമി, ശ്രീരാമകൃഷ്ണൻ, എല്ലാവർക്കും നമുക്ക് തിരഞ്ഞു നോക്കുമ്പോൾ അറിയാം. പക്ഷെ ഗുരുവിന് മാത്രം മന്ത്രദീക്ഷ ഇല്ലാതെ ഗുരുവായിട്ട് പരബ്രഹ്മ സ്വരൂപനായിട്ട്. അതുകൊണ്ടാണ് ഗുരുവിന്റെ മാതാപിതാക്കൾ പേരിടാൻ കാരണം നാരായണൻ. നാണു ഒന്ന് വീട്ടിൽ വിളിച്ചു. നാണു എന്നല്ല, അണുവല്ലാത്ത വലിയവൻ. അണുവല്ല, നാരായണൻ എന്നാണ് നാരത്തിൽ ശയിക്കുന്നവൻ, അറിവിൽ ശയിക്കുന്നവൻ. അറിവിന്റെ ഭണ്ഡാകാരമാണ് ഗുരു. അപ്പൊ ആ ജ്ഞാനസ്വരൂപനായ ആ ഗുരു മഹാഗുരു. അപ്പൊ ആ മഹാഗുരുവിന് സന്യാസ ദീക്ഷ ഇല്ലാതെ മഹാഗുരുവായി പരബ്രഹ്മ സ്വരൂപനായിട്ട് മാറി. അത് മാത്രമാണോ? പിന്നെ ഗുരുവിനെന്താ ഈ എല്ലാ കൃതികളുടെയും സാരാംശം, ഈ വേദങ്ങളെല്ലാം കടഞ്ഞെടുത്ത്, അതാണ് വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങ്. നമ്മൾ തെറ്റായിട്ടാണ് അത് പ്രാർത്ഥിക്കുന്നത് കേട്ടോ. വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങ് ഒരു വന്താൻ, അങ്ങനെ പ്രാർത്ഥിക്കരുത്. വേദാഗമ സാരങ്ങൾ അറിഞ്ഞങ്ങ് ഒരു വന്താൻ. ഈ കേരള ഭൂമിയില് ഈ വേദങ്ങളും ആഗമങ്ങളും എല്ലാം അറിഞ്ഞ ഒരേ ഒരു പരബ്രഹ്മ സ്വരൂപൻ ഭഗവാനാണ് ശ്രീനാരായണൻ. അടിവരേക്ക് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള വേദങ്ങളും ആഗമങ്ങളും ഉപനിഷത്തുകളും എല്ലാം കടഞ്ഞെടുത്ത മൂല്യങ്ങൾ. അതോടൊപ്പം ഒരു ഇന്നും ഇവിടെ തന്നെയുണ്ട്. ഒരിക്കലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതൊക്കെ ഇല്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ
ഇപ്പോഴും പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അത് മാത്രമല്ല, ഗുരുവിന്റെ ആ പ്രകൃതിയും ഈശ്വരനും തമ്മിലുള്ള ഒരു ആത്മബന്ധം നമുക്ക് അർദ്ധനാരീശ്വര സ്തോത്രത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ അവസരത്തിൽ അറിയേണ്ടത്. പ്രകൃതിയും പുരുഷനും തമ്മിലുള്ള ആത്മബന്ധം. ഒരു സന്യാസി ശ്രേഷ്ഠനും ആ ഗുരു എന്താ ആദ്യമായിട്ട് ഗുരുവിനെ ഗുരുവായിട്ട് തിരഞ്ഞെടുത്തത് മഹാദേവനെയാണ്. അതാണ് ആ അരിപ്പുറത്ത് ഓം നമ ശിവായ മന്ത്രത്തിൽ കൂടി പ്രതിഷ്ഠ നടത്തിയത്. അതോടൊപ്പം അന്ന് മഴയില്ലാതെ എല്ലാ സസ്യജാലങ്ങളും ഉണങ്ങി പറ്റി വരണ്ടു. ആ സമയത്ത് അരിപ്പുറത്തുള്ള എല്ലാ മനുഷ്യരും ഗുരുവിനോട് ആരാഞ്ഞു, ഗുരുവെ നമുക്ക് കുടിക്കാൻ പോലും ജലമില്ലല്ലോ, എന്താ ചെയ്യേണ്ടത്? അപ്പോഴാണ് ഗുരു ഒരു കൃതി രചിച്ചു, അർദ്ധനാരീശ്വര സ്തവം. അപ്പൊ ഗുരു ഉടനെ മഹാദേവനോടൊന്ന് ഇതാ ഊട്ടിത്തീറ്റി വളർത്തും മുമ്പത്തടി നാഥനും ഇപ്പോളിയർ കൂട്ടത്തോരും ഊർമില്ല കഥയിൽ കയ്യോ കുഴപ്പത്തിലായി. നാട്ടിൽ കണ്ട നശേഷവും വില നശിച്ചിടുന്നതും കണ്ട് നീ മൂട്ടിൽ തന്നെ ഇരുന്ന മുറയോ അർത്ഥമാണ്. മൂട്ടിൽ തന്നെ അവിടെ ഇരുന്നാൽ മതി എന്നാണ് ശിവഭഗവാനോട് പ്രതികരിക്കുന്നത് കേട്ടോ. അങ്ങനെ ആരും ഒരു മുനിവര്യന്മാരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതാണ് ഗുരുവിന്റെ പ്രത്യേകത. മൂട്ടിൽ തന്നെ ഇരുന്നാൽ മതി, നീ അവിടെ തപസ് ചെയ്താൽ പറ്റാൻ കൈലാസനാഥനായിട്ട് അവിടെ ഇരുന്നാൽ പറ്റിയല്ല, നീ എല്ലാവരെയും ഞങ്ങൾ ഊട്ടി തീറ്റണം. ഞങ്ങൾക്ക് സസ്യജാലങ്ങളൊക്കെ ഉണ്ടായാൽ മാത്രമല്ലേ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഭക്ഷണം കഴിക്കാനുള്ള എല്ലാം നീ അവിടെ നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും എല്ലാം കിട്ടുകയുള്ളൂ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് ഇവിടെ അർദ്ധനാരീശ്വര സങ്കല്പത്തില് അവിടെ ആ കൃതി നമുക്ക് രചിക്കാൻ തന്നിട്ടുള്ളത്. അപ്പൊ അർദ്ധനാരീശ്വര സങ്കല്പം തന്നെ ഏറ്റവും മഹത്തായ ഒരു പ്രകൃതിയും പുരുഷനുമുള്ള സമ്മേളനമാണ്. പ്രകൃതിയും പുരുഷനും ഒന്നിച്ചു ചേരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പ്രപഞ്ചം ഒരു താളലയത്തിൽ കൂടി നമുക്ക് അത് അനുഭവിക്കാനും നമ്മുടെ ജീവിതം തന്നെ ധന്യമാക്കണം. അതാണ് താണ്ഡവനൃത്തം. നേരത്തെ പറഞ്ഞു, താണ്ഡവനൃത്തവും ലാസ്യനൃത്തവും ദേവിയുടെ ലാസ്യനൃത്തമാണ്. മറ്റേ ഭഗവാന്റെ ഉടുക്കുകളിൽ നിന്നാണ് ഈ നാദബ്രഹ്മം. എല്ലാ അക്ഷരങ്ങളുടെയും ആ ഉടുക്കിൽ നിന്നാണ് വരുന്നത്. ഭഗവാന്റെ താണ്ഡവനൃത്തം ഉടുക്കുണ്ട്. അതാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉടുക്ക് നിലത്ത് വെക്കാനുള്ള അവിടെ നോക്കിയത്. ഉടുക്കിൽ നിന്നാണ് ആ നാദബ്രഹ്മത്തിന്റെ ഓരോ അക്ഷരങ്ങളും. അതേമാതിരിയാണ് നമ്മുടെ ശരീരത്തിൽ 51 അക്ഷരങ്ങളും നമ്മുടെ ശരീരത്തിൽ തന്നെ കുടികൊള്ളുന്ന ലളിതാ സഹസ്രനാമം ശരിക്കും പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും. ഓരോ മൂലാധാരത്തിലെ 4 അക്ഷരം, ഇവിടെ 16 അക്ഷരങ്ങളാണ് വിശുദ്ധി ചക്രത്തില്. പിന്നെ നമ്മുടെ നാക്കിന്റെ അടിയിൽ നിന്ന് വരുന്നതാണ് സരസ്വതി നാഡി. അതാണ് കുണ്ടലിനി ശക്തി. കുണ്ടലിനി ആ നാഡീവ്യൂഹത്തിനകത്തുള്ളത് സരസ്വതി നാഡി. മൂലാധാരത്തിൽ നിന്ന് നാക്കിനടിയിലാണ്. അതാണ് സരസ്വതി നാഡി എന്ന് പേരെയാൻ കാരണം. നമ്മൾ നാക്കോടൊന്നും വേണ്ടാത്തത് പറയുന്നത് പറയുന്നത്. അപ്പൊ സരസ്വതി നാഡിയെ നാം ശുദ്ധീകരിച്ചിരിക്കണം. 51 അക്ഷരങ്ങളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളെ എല്ലാം അറിയാതെയാണ് നാം ജീവിക്കുന്നത്. അപ്പൊ ആ ജീവിതം നമ്മള് കെട്ടിപ്പടുക്കുക. അത് ഒരു പറഞ്ഞിട്ടുണ്ട്, അതും ഇതുമില്ല സദർത്ഥമല്ലഹം സച്ചിതം അമൃതമെന്ന് തെളിഞ്ഞ ധീരനായി സദസദതി പ്രതിപത്തി അറ്റ് സത് ഓം ഇനി മൃദുവായി മൃദുവായി അമർന്നിടേണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ കുടികൊള്ളുന്ന ഓംകാരനാഥത്തെ നാം ഉണർത്തി നാം ഓംകാര സ്വരൂപനായിട്ട് വരണം. അപ്പൊ ഓംകാരമാണ് നമ്മുടെ ശരീരത്തിലുള്ള ആ പ്രണവ മന്ത്രം, ആദിമ മന്ത്രം ഓം നമ ശിവായ. ആദിമ മന്ത്രം ഓം നമ ശിവായാണ്. അത് യജുർവേദത്തിന്റെ 16-ാം അക്ഷരത്തിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ആ ഓംകാരത്തിൽ തന്നെ നാം ലയിച്ച് ഓംകാരമായിട്ട് മാറണം. അതാണ് നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെയുള്ള ആ ഉദ്ധാരനാഥത്തിൽ നാം ലയിച്ച് ചെയ്യണം. നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, എനിക്ക് എൻ്റെ മാതാപിതാക്കളോടൊരു കടപ്പാടുണ്ട്. ഞാൻ ഈ ലൈബ്രറിയായിട്ടൊരു ആത്മബന്ധമുണ്ട്.
ചാച്ചാ നെഹ്റുവിന്റെ പുസ്തകമായിരുന്നു. അന്ന് എനിക്കൊരു നോട്ട് ബുക്ക് തരാനിടയായി. കൂടെ ഇതിനകത്ത് ഈ നോട്ട് ബുക്കിനകത്ത് എല്ലാം അന്നുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇതിൽ പകർത്തണം. അപ്പൊ ആ പകർത്ത് ഇപ്പോഴും ഞാൻ തുടരുന്നുണ്ട്. അപ്പൊ അത് നമ്മളെ കുട്ടികളെ ശീലിക്കണം. നമ്മൾ എന്തെങ്കിലും ഒരു പുസ്തകം വായിച്ചു, അത് കുട്ടികളിലും ആ ശീലം നമ്മുടെ മാതാപിതാക്കളാണ് വളർത്തിയെടുക്കേണ്ടത്. ഈ അവസരത്തിൽ അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്, കുട്ടികളെ നല്ല ശീലങ്ങൾ. ഒരു പുസ്തകം വായിച്ചാൽ അത് എങ്ങനെ അതിന്റെ കണ്ടന്റ് അതിനകത്ത് പകർത്തണം. ആ കണ്ടന്റ് പകർത്തി അത് നമ്മുടെ ആ ജീവിത ശൈലിയാക്കി മാറ്റണം. ശൈലിയാക്കി മാറ്റുമ്പോഴാണ് നമ്മളെല്ലാം അറിയുന്നത്. നമ്മുടെ ഭാരതത്തില് നമ്മൾ എത്ര ജന്മം കഴിഞ്ഞാലും പഠിച്ചാൽ തീരാത്ത അറിവാണ് നമ്മുടെ ഭാരതഭൂമിയിലുള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര പേർക്ക് അറിയാം ഭാഗവതത്തിനകത്ത് എത്ര ശ്ലോകങ്ങളുണ്ട്, മന്ത്രങ്ങളുണ്ട്? നമ്മളെല്ലാം അറിയണം. ഭാഗവതത്തിനകത്തുള്ളതാണ് ഗുരുദേവൻ എഴുതി ചെയ്യുന്ന ഈശാവാസ്യ ഉപനിഷത്ത് തർജ്ജമ ചെയ്തിട്ടുള്ളത്. ഗുരുവിന്റെ കൃതികളിലെ സ്തോത്രകൃതികളുണ്ട്, അത് മാത്രമല്ല ദാർശനിക കൃതികളുണ്ട്, പ്രബോധനാത്മക കൃതികളുണ്ട്, തർജ്ജിമകളുണ്ട്, പിന്നെ ഗദ്യപ്രാർത്ഥന. ഇതെല്ലാം 5 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഈശോവാസ്യ ഉപനിഷത്താണ് തർജ്ജിമയുടെ രൂപത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഈശോവാസ്യ ഉപനിഷത്ത് മാത്രം മഹർഷിമാരെഴുതിയതാണ്. ആ മഹർഷിമാരുടെ മന്ത്രം ഈശാവാസ്യമിതം ജഗത്യാം ജഗത്തേന തെക്കേന ഭുജീത എന്നുള്ള ആ മന്ത്രത്തെ അടിസ്ഥാനമാക്കിയാണ് ഗുരുദേവൻ ഈശ്വരൻ ജഗത്തിലെല്ലാം ആവസിക്കുന്നത് കൊണ്ട് നീ ചരിത്രമുക്തനായി ആശിക്കരുതാരുടെയും ധനം എന്നുള്ള മഹത്തായ ഉപനിഷത്ത് വാക്യം നമുക്ക് നമ്മുടെ ഉപനിഷത്ത് എല്ലാം കടഞ്ഞെടുത്താണ് ഈശാവാസ്യം ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്ക് നോക്കാം. ഉപ എന്ന് പറഞ്ഞാൽ അടുത്ത് താഴെ ഇരുന്ന് ഗുരുവിനോട് ചേർന്നിരുന്ന്, അതാണ് നമ്മളെ ജ്ഞാനം നേടേണ്ട. അത് ഗുരു ശിവശതാബ്ദി പറയും സനക സനന്ദ സനത്കുമാരം മുനിജനമോടുപദേശമോദിന്നം കനികൊടുമുഖം തിരിഞ്ഞു കറ്റാൻ തണലിലിരുന്നൊരു മൂർത്തി കാത്തുകൊള്ളുക. അവിടെ ആരാണ്? ഒരു ഒന്നിനെയും നിരാകരിച്ചില്ല. അതാണ് ഏകത്വ ദർശനം. ഒരു ഭാഗവതത്തിനകത്തും പുരാണങ്ങളിലും രാമായണവും ഭഗവത്ഗീതയും എല്ലാം കടഞ്ഞെടുത്തുള്ള സാരാംശമാണ് ഗുരുവിന്റെ ആ രത്നമായ ഗുരു ദർശനം. 64ഓളം വരുന്ന കൃതികൾ. അപ്പൊ അവിടെ സനക സനന്ദ സനത്കുമാരൻ മുൻപാം എന്നാണ്. അവിടെ ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ് സനകനും സനന്ദനും സനാതനനും സനൽകുമാരനും. ഈ ഇവരെ ആരാ? ദക്ഷിണാമൂർത്തി സ്വാമി ആ അരയാലിന്റെ ചുവട്ടിൽ കൈലാസ ശൃംഗത്തിൽ ഇരുന്നു കൊണ്ട് ജ്ഞാനവർക്ക് പകർന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ജ്ഞാനത്തിന്റെ പൊരുളാണ് ശിവശതത്തിൽ ആദ്യം പറയുന്നത്. ഗണപതിയെ കുറിച്ച് ആദ്യം പറഞ്ഞു. മുറി കൊമ്പ് കൊണ്ട് മുന്നം. മുറി കൊമ്പ് കൊണ്ടാണ് എഴുതിയത്. വേദവ്യാസൻ രചിച്ചു. ആരാണ് ഗണപതി? ആരാണ് ഗണപതി? ജ്ഞാനത്തിന്റെ മൂർത്തിയാണ് കേട്ടോ. അതാണ് മുറി കൊമ്പുണ്ട്. അവിടെ പരശുരാമനായിട്ട് ഇത് ഏറ്റുമുട്ടലുണ്ടായപ്പം അവിടെ ഗണപതി ഭഗവാൻ അവിടെ കൈലാസത്തില് മഹർഷിമാര് സപ്തർഷികളെ വന്നു. സപ്തർഷികളെ ഇറങ്ങിയ വസിഷ്ഠൻ, പ്രതു, അങ്കിരസ്, പുലസ്ത്യൻ, മരീചി ഇങ്ങനെയുള്ളവരാണ് സപ്തർഷികൾ. അവിടെ പരമേശ്വരനെ കാണാൻ വന്നപ്പോൾ കടത്തിവിട്ടില്ല. എന്റെ അച്ഛൻ അവിടെ ഇട്ട് മാതാവുണ്ട്. അപ്പൊ കടത്തിവിടാൻ പാടില്ല എന്നുള്ളവര് അവിടെ ആ സമയത്ത് കടത്തിവിട്ടില്ല. അങ്ങനെ പരശുരാമനുമായിട്ട് ഏറ്റുകൂട്ടി അങ്ങനെയാണ് മുറി കൊമ്പുണ്ടായത്. അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്, പുരാണ കഥ. അപ്പൊ ആ പുരാണ കഥയെ ആസ്പദമാക്കിയാണ് ഗുരു ശിവശതകത്തില് ഈ ജ്ഞാനം പകർന്നു കൊടുക്കുന്നത്. അപ്പൊ പരമ്പരയാ ശ്രീശുക ബ്രഹ്മർഷി ആദ്യം ഭാഗവതം ജയിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ ബ്രഹ്മാവിന് പറഞ്ഞു. ബ്രഹ്മാവ് നാരദമുനിക്ക് കൊടുത്തു. നാരദമുനി പിന്നെ ശ്രീശുക ബ്രഹ്മർഷിക്ക് കൊടുത്തു. പിന്നെ അങ്ങനെ പരമ്പരയായിട്ട് പരീക്ഷിത് മഹാരാജാവിന് കൊടുത്തു. അങ്ങനെയുള്ള പരമ്പരയാവുന്ന ജ്ഞാനമാണ് ഗുരു അതിനെ എതിർക്കാതെ നമുക്ക് ഗുരുവിന്റെ കൃതികളിൽ കൂടി നമുക്ക് തന്നത്. അതാണ് സനക സനന്ദ സനത്കുമാരൻ മുൻപാം മുനിജനമോട് ഉപദേശമോദി മുന്നം കനികൊടു
കിഴക്കുമുഖം തിരിഞ്ഞു കല്ലാൽ തണലിരിക്കുന്ന മൂർത്തി കാത്തുകൊള്ളുക. ആ മൂർത്തി നമ്മളെ കാത്തുകൊള്ളുമാറാകട്ടെ എന്നുള്ള ആ വാക്യം. പിന്നെ ശിവശിവ തത്വം ഒഴിഞ്ഞു ശക്തിയും. അപ്പൊ ശിവനാമമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പൊ ആ ഓം നമഃ ശിവായ മന്ത്രത്തിൽ കൂടിയാണ് നമുക്ക് ഇതിന്റെ എല്ലാം ആദ്യമുള്ള ആ ശിവപ്രതിഷ്ഠ അരിപ്പുറ പ്രതിഷ്ഠയോട് നമുക്ക് അതിനുള്ള മഹത്തായ ആദിമ മന്ത്രമായ ഓം നമഃ ശിവായ എന്നുള്ള മന്ത്രം. അപ്പൊ അങ്ങനെ ഓം നമഃ ശിവായ മന്ത്രത്തിൽ അതും സാക്ഷാത്കരിക്കണം. അത് മാത്രമല്ല, നമുക്ക് ഈ ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മുടെ ഓരോ കാര്യങ്ങളും ഈ നമ്മുടെ ബോഡി എനർജൈസ് ചെയ്യുന്ന അത് ഇനിമേലെങ്കിലും പോകുമ്പോൾ നമ്മൾ എങ്ങനെ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം ചെയ്യണം, അതൊക്കെ നമ്മൾ ഇനി അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഒരു പ്രാവശ്യം നമ്മുടെ ക്ഷേത്രത്തിൽ ഉപയോഗിച്ച വസ്ത്രം പിന്നെ അത് ഉപയോഗിക്കാൻ പാടില്ല. നെഗറ്റീവ് എനർജി അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിനെ അത് ബാധിക്കാറുണ്ട്. പൂർണ്ണമായിട്ടുള്ള ആ പ്രാണായാമം ആ തരത്തിൽ വേണം നമ്മൾ പ്രദക്ഷിണം ചെയ്യാനുള്ള. പിന്നെ ആളിന്റെ പ്രദക്ഷിണം, അങ്ങനെ ഓരോ ദേവീ ദേവന്മാർക്കുള്ള പ്രദക്ഷിണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഗുരുവിനെ നമ്മൾ ആ ഗുരു പരബ്രഹ്മ സാക്ഷാൽ പരബ്രഹ്മമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ നാം പിന്നെ സാധാരണ എല്ലാവരും ഗുരുവിനെ വന്ദിക്കുമ്പോൾ നമ്മള് വിട്ട് വന്ദിക്കാറില്ല. ആർക്കും ഇവിടെ ലജ്ജ കൂടാതെ വന്ദിക്കണമെന്നാണ് ഗുരുഗീതയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനാണ് ഗുരുവിന്റെ ഗുരു ഷഡ്കത്തിനകത്ത് യസ്യന കൽപ്പതേ സിദ്ധൈ പാദാംബുജ രജോലവ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. യസ്യന കൽപ്പത ഇത്രയും ഓം നമഃ ശിവായ എന്നതിൽ അവസാനം എത്തിക്കുന്ന യസ്യന കൽപ്പതേ സിദ്ധൈ പാദാംബുജ ഗുരുവിന്റെ പാദങ്ങളിൽ അണിഞ്ഞിരിക്കുന്ന ആ പൂമ്പടി നമ്മൾ നമസ്കരിക്കുമ്പോഴാണ് നമ്മുടെ ആ വിനയം, നമ്മുടെ അഹങ്കാരത്തെ അവിടെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് നമസ്കാരം. പുരുഷന്മാരാണെങ്കിൽ അഷ്ടാംഗ നമസ്കാരം, 8 അവയവങ്ങള് നമ്മുടെ ഭൂമിയിൽ തൊടാം. സ്ത്രീകള് ഒട്ടുകുത്തി നമസ്കരിക്കുക. അപ്പൊ ഗുരുവിനെ സാഷ്ടാംഗം നമ്മളെ പ്രണമിക്കണം. അത് അവിടെ ലജ്ജ കൂടാതെ വേണം നമ്മള് പ്രണമിക്കാനുള്ള. അങ്ങനെയുള്ള അനേക തത്വങ്ങളുണ്ട് ക്ഷേത്രത്തിൽ. എങ്ങനെയാണ് നമ്മുടെ ജീവൻ പ്രചരിപ്പിക്കാനുള്ളത്, എങ്ങനെയാണ് അനേകം കാര്യങ്ങൾ. പിന്നെ നമ്മുടെ വിരലുകൾ എന്തൊക്കെയാണ് ഓരോ വിരലിനെ സൂചിപ്പിക്കുന്നത്? പരമാത്മാവ്, ഇത് അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ശരീരം, ഇങ്ങനെ 5 വിരലുകളെയും പ്രതിനിധാനം ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള 5. പിന്നെ നമ്മൾ എങ്ങനെയാണ് ചന്ദനം, നമ്മുടെ ഭസ്മം, നമ്മുടെ കുങ്കുമം അതൊക്കെ തൊടുന്നത് ഈ മനസ്സെന്നുള്ള ആ വിരൽ കൊണ്ടാണ്. അപ്പൊ ആ മനസ്സെന്നുള്ള വിരല് അത് വേണം ഈ തിരുനെറ്റിയിൽ ഇടാനുള്ളത്. തിരുനെറ്റിയിലെ സ്റ്റിക്കർ ഉള്ള പൊട്ട് ഉപയോഗിക്കാൻ പാടില്ല. സ്ത്രീകൾ ഇനിയെങ്കിലും ഈ അവസരത്തിൽ അത് ഉപയോഗിക്കാം. അവിടെ റെസിസ്റ്റൻസ് പവർ തരുന്ന ഒരിതാണ്. ഇവിടെ നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അഥവാ മാസ്റ്റർ ഗ്ലാൻഡ് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ജ്ഞാനശക്തി അതാണ് 2 ഭുജങ്ങളിലുള്ള ആ ത്രിപുടി മുടിഞ്ഞ് തെളിഞ്ഞിടുന്ന ദീപം കപടയതയ്ക്ക് കരസ്ഥമാകുകയിലെന്ന് ഉപരിഷ യുക്തി രഹസ്യമോർത്തി വേണം എന്ന ആത്മോപദേശത്തിലാണ്. ത്രിപുടി മുടിയണം. ത്രിപുടി മുടിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഇതൊന്നും ലഭിക്കുകയില്ല. അപ്പൊ ത്രിപുടി ചെയ്യാൻ വേണ്ടി ഇവിടെ ജ്ഞാനത്തെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ആ ജ്ഞാനം കിട്ടാൻ വേണ്ടിയാണ് നമുക്ക് ഇവിടെ ഈ കുങ്കുമം എന്ന റെസിസ്റ്റൻസ് പവർ കിട്ടുന്നതാണ്. ചന്ദനം ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ആ കാര്യങ്ങള് നമ്മള് കുട്ടികളൊക്കെ അത് ഇവിടെ സ്റ്റിക്കറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മുടെ ബുദ്ധിയെല്ലാം നശിച്ചു പോകും. അത് നമുക്ക് അതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളത്. ഇതോടൊപ്പം പറയുക, നമ്മൾ ഗുരുവിന്റെ സാരാംശം പഠിക്കുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ നിത്യമായിട്ട് അനുഷ്ഠിക്കേണ്ടതൊക്കെയുണ്ട്. നമ്മുടെ ഇവിടെ പ്രവർത്തിക്കുന്ന മാസ്റ്റർ പ്ലാന്റ് പ്രവർത്തിക്കാതെ വരിക. അതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ ഉൾക്കൊള്ളുന്ന ഇത് ഓരോ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് അറിയാനുള്ളത്. അപ്പൊ ശരീരത്തിനോടൊപ്പം നമ്മുടെ മനസ്സിനെയും ഊർജ്ജസ്വലമാക്കി നമ്മുടെ ബുദ്ധിയെ പ്രവർത്തിപ്പിക്കുക. എന്റെ ഈ എളിയ ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒരിക്കൽ കൂടി എന്റെ വിനീത നമസ്കാരം.
ശ്രീനാരായണ ധർമ്മജി. കാരണം ഗുരു എല്ലാ മതങ്ങളുടെയും സാരാംശങ്ങൾ ഉപദേശങ്ങളാണ്. മത്സ്യവും മാംസവും ഉപയോഗിച്ചുകൊണ്ട് തന്നെ ആരാധന നടത്തുന്ന മറ്റു മതക്കാരും അവർ ഈശ്വര സാധാരണക്കാരുടെ മാർഗത്തിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ശവക്കലയെന്ന് വിശേഷിച്ചത് തന്നെയാണ്. ഒരു സ്വാമി മാംസാഹാരത്തെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അങ്ങനെ പ്രൊമോട്ട് ചെയ്ത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ മാംസാഹാരത്തിന് അധികം എതിരായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മാംസാഹാരത്തിനെ വളരെ 100% വർദ്ധിച്ചു കൊടുക്കുന്ന ഒരു ജീവിതത്തെ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റുള്ള ഈ മാംസാഹാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈശ്വരന്റെ മാർഗത്തിലേക്ക് കടക്കുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അവരുടെ തന്നെ അവരുടെ അത് നിർത്താതെ എല്ലാ കൃതികളുടെയും സത്യമാണ്. അത് കടന്നെടുത്തത് തന്നെയാണ് ഗുരുവിന്റെ കവികൾ. സംശയക്കാര്യം. പക്ഷേ രാമായണത്തിനോട് രാമന്റെ നിലപാടുകളോട് ഗുരുവിനോട് ഉണ്ടായിരുന്നു. അത് കൂടെ ഭാഷ രാമായണത്തിന്റെ രാമന്റെ നിലപാടുകൾ അവസാനം ഞാൻ പി കെ ബാലകൃഷ്ണന്റെ ഒരു ആന്തോളജി നാരായണ ഗുരുവിന്റെ ആന്തോളജി രാമന്റെ നിലപാടിനെ സംബന്ധിച്ച് നമുക്ക് സന്യാസം നമ്മൾ പ്രതീക്ഷിക്കാറ് എന്താണെന്ന് സംബന്ധിച്ചത് രാമന്റെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഭരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് സന്യസിക്കാൻ കഴിഞ്ഞത്. രാമന്റെ കാലത്ത് സന്യസിച്ച് ഒരു ശൂദ്രനെ വധിച്ച കഥകളൊക്കെ ഇനി അതൊക്കെ രാമന്റെ ആ നിലപാടിനോട് സ്വാമിക്ക് എതിർപ്പുണ്ടായി വിയോജിപ്പുണ്ടായിരുന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രാമായണം പഠിക്കേണ്ടത് രാമായണവും മഹാഭാരതവും വായിച്ചാൽ പുത്രത്തോളം വായിക്കുന്ന വാക്കുകൾ ഒരുപാട് സാഹിത്യരംഗത്തും അല്ലെങ്കിൽ പ്രഭാഷണ കലയിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് രാമായണവും മഹാഭാരതവും വായിക്കുമ്പോൾ ധാരാളം വാക്കുകളും പദങ്ങളും പദകൊണ്ടിരിക്കും. അത് അർത്ഥം കിട്ടും. പക്ഷെ അതിന്റെ നിലപാടുകളോട് ഉണ്ടായിരുന്ന സമീപനമാണ് അതിനോട് സമീപനമാണ് നമുക്ക് ആലോചിക്കുന്നത്. രാമായണത്തിന്റെ സമ്പത്തിലേക്ക് ഇതെല്ലാം കടന്നെടുത്ത സാധനമാണ് ഇതിന്റെ കവികളില്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു മാസക്കാരും അല്ലെങ്കിൽ മാസങ്ങളെല്ലാം അത് തന്നെയാണ് ഇവിടെ എല്ലാവരും പഠിപ്പിക്കേണ്ടതെന്നാണ് എന്റെ ഒരു അഭിപ്രായം. രണ്ടാമത് മറ്റു കാര്യം നമ്മുടെ ശിവഗിരിയിലെ സന്യാസിമാര് അവർ വിജയന്മാരായി എന്നാണ് പ്രഭാഷണങ്ങൾ പറയുന്നത്. അത് വിജയന്മാരായുള്ള സമൂഹം അംഗീകരിക്കുന്നില്ല, മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ലല്ലോ. വിജയന്മാരായി ബ്രാഹ്മണനായി അത് തന്നെ നമ്മൾ അംഗീകരിക്കുന്നതാണ്. ഇവിടെ അറബികളൊക്കെ അംഗീകരിക്കുന്നില്ല. ശബരിമലയിൽ ഇവിടുത്തെ ഹിന്ദു ഹൈന്ദവ സമൂഹം അംഗീകരിക്കുന്നുണ്ട്. ആ വിജയന്മാരാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ പ്രമോഷനൊക്കെ കാലം ഉണ്ടായിരുന്നു. ശൂദ്ര പ്രമോഷൻ ചെയ്ത് ബ്രാഹ്മണനായി വേദങ്ങളുടെ കാലത്തുണ്ടായിരുന്നവർ പഠിച്ചിട്ടുണ്ട്. പക്ഷേ പിന്നെ പിൽക്കാലത്ത് ഇടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്ത് സ്റ്റോപ്പ് ചെയ്ത് രാമായണ എഴുതിയ കാലത്ത് കൂടുതൽ സ്റ്റോപ്പ് ചെയ്തിരുന്നു. രാമായണ എഴുതിയ കാലത്ത് ഇതൊന്നുണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് ശൂദ്രന്മാർ ആ ശൂദ്രന്റെ ശമ്പുകളുടെ ശൂദ്രൻ ഭക്തി ചെയ്ത് തന്നെ അവർ വിളിക്കുന്നത്
പിന്നെ മാംസാഹാരത്തെ സ്വാമി പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു. മാംസാഹാരം കഴിക്കുന്ന ശിഷ്യന്മാര് സ്വാമിയുടെ ധാരാളം കിട്ടുന്നുണ്ട്. ആത്മഹത്യാശ്രമത്തില് ഫുഡ് കഴിക്കാതെ പുറത്ത് ഫുഡ് കഴിക്കുന്ന കുറ്റിപ്പുഴ പുറത്ത് ഫുഡ് കഴിക്കുന്നത് എന്താ കുറ്റിപ്പുഴ കാണാനില്ല. പുറത്ത് ഫുഡ് കഴിക്കാൻ പോയി ആ മാംസം വേണമില്ലേ, മത്സ്യം വേണമില്ലേ, നമ്മുടെ ഓർമ്മയിൽ നാം തരുമായിരുന്നത്. അപ്പൊ അങ്ങനെ മാംസാഹാരത്തിന് ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ മാർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി മാംസം മത്സ്യമാണെന്നാണെങ്കിൽ ഒരു തടസ്സമല്ല എന്നുള്ള ഭാഗമുണ്ട്. അത് ഉപയോഗിക്കുന്ന ആൾക്കാരും ആ ഭാഗത്തേക്ക് പോകുന്നൊരു ധാരാളമുണ്ട്. ശ്രീബുദ്ധൻ അവസാന കാലത്ത് മാംസം കഴിച്ചിട്ടുള്ളതായിട്ടൊക്കെ അത് വായിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഈ പ്രഭാഷണത്തിൽ